അതായത് കോണ്ടിനെന്റൽ ഷെൽഫും കോണ്ടിനെന്റൽ സ്ലോപ്പും ഈസ് എ പാർട്ട് ഓഫ് കോണ്ടിനെന്റൽ ക്രസ്റ്റ്. ഒരു ബലൂണ് ആദ്യം കുറച്ച് കാറ്റുണ്ട്, അഴിച്ച് പിന്നെയും കാറ്റ് കയറ്റി വലുതാക്കി, ഇൻഫ്ലേഷൻ, തിരിച്ച് പഴയ രൂപത്തിലേക്ക് കൊണ്ടുവന്നു, ഡിസ്ഇൻഫ്ലേഷൻ. എന്താണ് സംഭവിക്കുന്നത്? അക്വാറ്റിക് ഓർഗാനിസം ഡസന്റ് ഹാവ് ദി കപ്പാസിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ദി ചേഞ്ചിങ് ടെമ്പറേച്ചർ. എന്നിട്ട് ഈ വൈറസ് എന്താണ്, കമ്പ്യൂട്ടറിൽ കയറി ഒരു പെർട്ടിക്കുലർ ഫയലിനെ ടാർഗറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു കാര്യം കൂടി നോക്കാം. അതായത് നമ്മൾ ഈ തിയറി തുടങ്ങി വെച്ചത് ഓഷ്യനോഗ്രഫി തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് അല്ലെ. ഞാൻ പറഞ്ഞല്ലോ ഓഷ്യനോഗ്രഫി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പഠിക്കുന്നതാണ് തിയറീസ്. അപ്പോൾ ഓഷ്യനോഗ്രഫിയിൽ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക് യു ക്യാൻ റൈറ്റ് സബ്മറൈൻ ഫിസിക്കൽ ഫീച്ചേഴ്സ്. സബ്മറൈൻ ഫിസിക്കൽ ഫീച്ചേഴ്സ്. സബ്മറൈൻ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കടലിനടിയിലുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ്. ഓക്കെ, ശ്രദ്ധിക്കുക. ലിസൺ, സബ്മറൈൻ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഞാൻ ഒരു ഫിഗറിൽ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. ശ്രദ്ധിക്കാം. സപ്പോസ് നിങ്ങളൊരു കടലിലേക്ക് പോവാണ്, നിങ്ങൾ കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഏറ്റവും ആദ്യം ആ ഹാർഡായിട്ടുള്ള ലാൻഡ്, അവിടെ നിങ്ങളുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുക അല്ലേ, ആ ഹാർഡായിട്ടുള്ള ലാൻഡ് റീജിയൻ, ലാൻഡ്. അവിടെ നിങ്ങൾ പിന്നെയും നടക്കുമ്പോൾ യു വിൽ റീച്ച് ദി സാൻഡ് ഡെപ്പോസിഷൻസ് അല്ലെ. കടൽ തീരത്തുള്ള മണൽ ഡെപ്പോസിഷൻസിൽ നമ്മൾ എത്തും, സാൻഡ് ഡെപ്പോസിഷൻസ്. ഈ സാൻഡ് ഡെപ്പോസിഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ബീച്ച്. അതിന് നമ്മൾ പറയാ ബീച്ച്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓൾ കോസ്റ്റൽ റീജിയൻസ് ആർ നോട്ട് ബീച്ചസ്. ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റൽ റീജിയനിൽ കാണുന്ന സാൻഡ് ഡെപ്പോസിഷൻസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ബീച്ചിൽ പോവാന്ന് പറഞ്ഞ് പോകുന്ന എവിടേക്ക്? ആ സാൻഡ് ഡെപ്പോസിഷൻ നമ്മൾ ചില്ല് ചെയ്യാൻ പോകുന്ന അവിടെയല്ലേ. ലൈക് ശംഖുമുഖം ബീച്ച്, അല്ലെങ്കിൽ കോവളം ബീച്ച്, അല്ലെങ്കിൽ വെട്ടുകാട് ബീച്ച് എന്നൊക്കെ പറയുന്ന ബീച്ചസ് ഉണ്ട്. ഇതിനിടയിലും കടലുണ്ട്, പക്ഷെ അവിടെയൊക്കെ എന്താ? ബീച്ച് ഉണ്ടെന്ന് ഉണ്ടായിക്കോളുന്നില്ല. ഇഫ് യു ഹാവ് ട്രാവൽ ത്രൂ ദി വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യ, നിങ്ങൾ ബൈ റോഡ് പോയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സീൻ സം റീജിയൻസ് ആ കടല് മീൻസ് കര തീരുന്ന അവിടെ തന്നെ കടൽ തുടങ്ങുന്നു വിത്തൗട്ട് എനി സാൻഡ് ഡെപ്പോസിഷൻസ്. ഈ ബീച്ചിന്റെ ഒക്കെ അറ്റത്ത് നോക്കിയാൽ കാണാം നേരെ പാറയും അങ്ങനെ സാൻഡ് ഡെപ്പോസിഷൻ ഇല്ലാത്ത സ്ഥലങ്ങൾ. അപ്പോൾ ബീച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് ബേസിക്കലി ദി സാൻഡ് ഡെപ്പോസിഷൻസ്. ദെൻ we again move forward, we will reach the water. വാട്ടറിലേക്ക് എത്തും. അങ്ങനെയാണല്ലോ. സോ ദ ബൗണ്ടറി ബിറ്റ്വീൻ ലാൻഡ് ആൻഡ് ബീച്ച്, ലാൻഡും ബീച്ചും തമ്മിലുള്ള ബൗണ്ടറിയെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ലൈൻ. ഇറ്റ് ഇസ് നോൺ ആസ് ദി കോസ്റ്റ് ലൈൻ. ബൗണ്ടറി ബിറ്റ്വീൻ ബീച്ച് ആൻഡ് വാട്ടർ, അതിനെ വിളിക്കുന്ന പേരാണ് ഷോർ ലൈൻ. ഓക്കെ, ലാൻഡ്, കോസ്റ്റ് ലൈൻ, ബീച്ച്, ഷോർ ലൈൻ. നമുക്ക് വാട്ടറിനെ പറ്റി ഇപ്പൊ ആവശ്യമില്ല, ബിക്കോസ് വി ആർ ഗോയിങ് ടു സ്റ്റഡി റിഗാർഡിംഗ് ദി സബ്മറൈൻ ഫിസിക്കൽ ഫീച്ചേഴ്സ്. സബ്മറൈൻ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കടലിനടിയുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ആ വെള്ളം വേണ്ട, നമുക്ക് കടലിനടിയുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സിനെ പറ്റിയാണ് പറയാനുള്ളത്. നമ്മൾ ആ വെള്ളത്തിൽ കൂടെ, നിങ്ങൾക്ക് വെള്ളത്തിനടിയിൽ കൂടെ നടക്കാൻ കഴിവുണ്ടെന്ന് വിചാരിക്കുക. യു വിൽ മൂവ്. നിങ്ങൾ നടന്നിറങ്ങുമ്പോൾ എന്തായിരിക്കും? ആദ്യം ഡെപ്ത് കുറഞ്ഞ ഭാഗങ്ങളായിരിക്കും അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇഫ് യു ലുക്ക് അറ്റ് ദിസ് പെർട്ടിക്കുലർ മാപ്പ്, നിങ്ങൾ ഈ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇഫ് യു ലുക്ക് അറ്റ് ദി മാപ്പ് ഓഫ് സൗത്ത് അമേരിക്ക, സൗത്ത് അമേരിക്കയുടെ ലാൻഡിനെ ദേ ആർ ഷോൺ ഇൻ ഗ്രീൻ, ബ്രൗൺ കളർ എക്സെട്ര. ഓഷൻ ഇസ് ഷോൺ ഇൻ ബ്ലൂ കളർ. പക്ഷെ ഈ ലാൻഡിനോട് ചേർന്നുള്ള സ്ഥലത്ത് ഒരു വൈറ്റ് ഷെയ്ഡ് കാണാം അല്ലെ. ഈ വൈറ്റ് ഷെയ്ഡ് പലതിനും പല തിക്നെസ്. ഹിയർ ഇറ്റ് ഇസ് വെരി തിക്ക്, ഹിയർ ഇറ്റ് ഇസ് വെരി നാരോ. എന്താ ഈ വൈറ്റ് കളർ ഷെയ്ഡ് കാണിക്കുന്നത്? ഡെപ്ത് കുറവുള്ള ഭാഗം. അതായത് നിയർ ബൈ ദി കോസ്റ്റ് ദർ മൈറ്റ് ബി സം റീജിയൻ ഓഫ് വെരി ലോ ഡെപ്ത്. വെരി ലോ ഡെപ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ കടലിൽ ഇറങ്ങുമ്പോൾ മുട്ടോളം വെള്ളമുള്ള ആഴല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന ആഴക്കടൽ, ദ ഡീപ്പസ്റ്റ് പാർട്ട് ഓഫ് ദ സീ, അവിടെ എത്ര ഡെപ്ത് ഉണ്ടാവും? നടുക്കടലിലൊക്കെ എത്ര ഡെപ്ത് ഉണ്ടാവും? എത്ര കിലോമീറ്റേഴ്സ്? somewhere around 5 to 7 kilometers ഒക്കെ ഉണ്ടാവും, 5 മുതൽ 7 കിലോമീറ്റർ വരെ. പക്ഷെ ചില ഭാഗങ്ങളിൽ ദ ഡെപ്ത് വിൽ ബി അറൌണ്ട് 600 meters. ഒരു 600 മീറ്റർ വരെയൊക്കെ കോസ്റ്റിനോട് ചേർന്ന ഡെപ്ത് കുറഞ്ഞ ഭാഗമുണ്ട്. ആ ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ്, here as I told you we have a region of very low depth
ആ റീജിയൻ നമ്മൾ വിളിക്കുന്ന പേരാണ് കോണ്ടിനെന്റൽ ഷെൽഫ്. അതിന് നമ്മൾ പറയും കോണ്ടിനെന്റൽ ഷെൽഫ്. കോണ്ടിനെന്റൽ ഷെൽഫ്, they are known as continental shelf. അതായത് these are the low depth region nearby the coast. അവിടെ എന്തായിരിക്കും, ഡെപ്ത് കുറവായിരിക്കും. എന്തുകൊണ്ടാണ് ഞാൻ പറയാം. നമ്മൾ ഈ കോണ്ടിനെന്റൽ ഷെൽഫിൽ കൂടെയും പിന്നെയും നടന്ന് കുറേ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ആഴക്കടൽ അല്ലെങ്കിൽ ഡീപ്പ് ഓഷ്യൻ എന്ന് പറഞ്ഞ ഭാഗത്തെത്തും. ഈ ഡീപ്പ് ഓഷ്യൻ ഫ്ലോറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അബിസൽ പ്ലെയിൻ. ദിസ് ഡീപ്പ് ഓഷ്യൻ ഫ്ലോർ is known as the abyssal plain. Okay, so this is the continental shelf, this is the abyssal plain. Continental shelf depth കുറഞ്ഞ ഭാഗം, abyssal plain depth കൂടിയ ഭാഗം. So there must be a slope which connects continental shelf and abyssal plain. Continental shelf and abyssal plain കണക്ട് ചെയ്യുന്ന സ്ലോപ്പ് ഉണ്ടാവില്ലേ? ഈ സ്ലോപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് continental slope. We call it as the continental slope. So continental shelf is the low depth region, abyssal plain is the deeper region. Continental slope is the slope connecting continental shelf and abyssal. സെറ്റ് ആവുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബേസിക് സ്കെൽട്ടൺ. നമ്മൾ ഓഷ്യാനിക് ക്രസ്റ്റും കോണ്ടിനെന്റൽ ക്രസ്റ്റും ഉണ്ടെന്ന് പഠിച്ചില്ലേ? 1, 2, 3. ഇതിൽ എവിടെയാണ് ദ ബൗണ്ടറി ബിറ്റ്വീൻ ഓഷ്യാനിക് ക്രസ്റ്റ് ആൻഡ് കോണ്ടിനെന്റൽ ക്രസ്റ്റ്? 1-ലാണോ 2-ലാണോ 3-ലാണോ? എവിടെയാണ് ഓഷ്യാനിക് ക്രസ്റ്റ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് കോണ്ടിനെന്റൽ ക്രസ്റ്റ് അവസാനിച്ച് ഓഷ്യാനിക് ക്രസ്റ്റ് തുടങ്ങുന്നത്? ഇസ് ഇറ്റ് ഇൻ 1, 2 or 3? പറഞ്ഞോ. 2, 3, 1. എല്ലായി. ഓക്കെ, അപ്പോ the continental crust ends and oceanic crust begins at 3. അതായത് കോണ്ടിനെന്റൽ ഷെൽഫും കോണ്ടിനെന്റൽ സ്ലോപ്പും ഈസ് എ പാർട്ട് ഓഫ് കോണ്ടിനെന്റൽ ക്രസ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഓഷ്യാനിക് ക്രസ്റ്റ് തുടങ്ങുന്ന എവിടെന്നാ? അബിസൽ പ്ലെയിനിൽ നിന്നാണ്. ഇവിടെ നിങ്ങളുടെ എന്താണ്? കോണ്ടിനെന്റൽ ഭാഗമാണ്. അതാണ് കോണ്ടിനെന്റൽ. കോണ്ടിനെന്റൽ പറയപ്പെടുന്നത്, സപ്പോസ് ദിസ് ഈസ് ലാൻഡ്, ദിസ് ഈസ് ഓഷ്യൻ. വാട്ടർ ലെവൽ കൂടി എന്ന് വിചാരിക്കും. വാട്ടർ ലെവൽ കൂടി കഴിയുമ്പോൾ എന്താവും? ഇത്രയും ഭാഗം കൂടി കടലിനടിയിൽ പോവില്ലേ? പക്ഷെ ഇത്രയും ഭാഗം എന്തായി മാറും? ലോ ഡെപ്ത് ഉള്ളൊരു ഭാഗം, ഇത് ഡീപ്പർ പാർട്ട്. അങ്ങനെ വാട്ടർ ലെവൽ റൈസ് ചെയ്തത് കൊണ്ടോ ലാൻഡ് സബ്സൈഡ് ചെയ്തതുകൊണ്ടോ അങ്ങനെ ഉണ്ടാകപ്പെട്ടതാണ് കോണ്ടിനെന്റൽ ഷെൽഫ് എന്നാണ് പറയപ്പെടുന്നത്. സോ കോണ്ടിനെന്റൽ ഷെൽഫ് ഈസ് കൺസിഡർഡ് ടു ബി പാർട്ട് ഓഫ് കോണ്ടിനെന്റൽ പ്ലേറ്റ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ലാൻഡ് ടെക്ടോണിക് ആയിട്ട് ഒരു സബ്സൈഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ വാട്ടർ ലെവൽ റൈസ് ചെയ്തുകൊണ്ടോ പല കോണ്ടിനെന്റ്സിന്റെയും ചില ഭാഗങ്ങൾ വെള്ളത്തിനടിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് എന്തായി വരുന്നത്? കോണ്ടിനെന്റൽ ഷെൽഫായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കോണ്ടിനെന്റൽ ഷെൽഫിന്റെ വിഡ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരേപോലെയല്ല. ചില ഭാഗത്ത് വൈഡ് ആണ്, ചില ഭാഗത്ത് നാരോ ആണ്. സോ കോണ്ടിനെന്റൽ ഷെൽഫ് ഈസ് കൺസിഡർഡ് ടു ബി എ പാർട്ട് ഓഫ് കോണ്ടിനെന്റൽ പ്ലേറ്റ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, നിങ്ങൾ ഐസ് ഏജ് എന്നൊരു ടൈം പീരീഡിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഐസ് ഏജ് ഒരു ആനിമേറ്റഡ് മൂവി ഉണ്ട്. അപ്പൊ അത് ബേസിക്കലി ഒരു ഐസ് ഏജ് ഇവിടെ ഉണ്ടായിരുന്നു പറയപ്പെടുന്നത്. ഈ ഐസ് ഏജിൽ ഐസ് മുഴുവൻ മെൽറ്റ് ആയി കഴിയുമ്പോൾ വെള്ളം മുഴുവൻ എവിടെ പോകും? ഓഷ്യനിലേക്ക് പോകും. വാട്ടർ ലെവൽ കൂടില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ പല കോണ്ടിനെന്റ്സിനെയും പല ഭാഗങ്ങളായി പോയതാണെന്നൊക്കെ പറയപ്പെടുന്നു. there are several theories regarding that. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കുന്നത് കോണ്ടിനെന്റൽ ഷെൽഫും സ്ലോപ്പും ഈസ് എ പാർട്ട് ഓഫ് കോണ്ടിനെന്റൽ പ്ലേറ്റ്. സ്ലോപ്പിൽ വളരും. കോറൽസിനെ വളരാനുള്ള കണ്ടീഷൻ നമ്മൾ പഠിക്കും. സപ്പോസ് ഇത് പ്ലെയിൻ റീജിയൻ ആണ്. ഈ പ്ലെയിൻ റീജിയനിൽ ഞാൻ നേരത്തെ പറഞ്ഞ വാട്ടർ ലെവൽ കൂടുമ്പോൾ എന്ത് ചെയ്യും? ഇത്രയും ഭാഗം ഷെൽഫായി മാറും. സപ്പോസ് ഇവിടെ ഒരു മൗണ്ടെയിൻ റേഞ്ച് ഉണ്ട്. വി ഹാവ് എ മൗണ്ടെയിൻ റേഞ്ച്. മൗണ്ടെയിൻ റേഞ്ച് ഉണ്ടെങ്കിൽ വാട്ടർ ലെവൽ കൂടിയാലും ഇത്ര കൂടിയാലും വെള്ളം ഇവിടം വരെയല്ലേ എത്തുള്ളൂ. ഷെൽഫ് എന്തായിരിക്കും? വിഡ്ത്ത് കുറവായിരിക്കും, നാരോ ആയിരിക്കും. പൊതുവെ മൗണ്ടെയിൻ റേഞ്ചസിന് അടുത്തുള്ള കോസ്റ്റുകളിൽ ദ കോണ്ടിനെന്റൽ ഷെൽഫ് മേ ബി നാരോ. ഇവിടെ ആൻഡസ് മൗണ്ടെയിൻസ് ഉണ്ട്. ഷെൽഫ് നോക്ക്, നാരോ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അത് ജസ്റ്റ് ഒന്ന് ഓർത്തു പോയി. അത് ഈ കോൺസെപ്റ്റ് കത്താൻ വേണ്ടി ഞാൻ പറഞ്ഞു വെച്ചതാണ്. ഓക്കെ, സോ കോണ്ടിനെന്റൽ ഷെൽഫ് ആൻഡ് കോണ്ടിനെന്റൽ സ്ലോപ്പ് ആർ പാർട്ട് ഓഫ് കോണ്ടിനെന്റൽ പ്ലേറ്റ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ.
So we have land, coastline, beach, shoreline, continental shelf, continental slope and abyssal plain. ഇനി നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് അപ്ലൈ ചെയ്യാം. സപ്പോസ് വി ഹാവ് ദി കൺവെർജൻസ് ഓഫ് ടു ഓഷ്യാനിക് പ്ലേറ്റ്സ്. അവിടെ എന്തുണ്ടാവും? സീ മൗണ്ട്സ് ഉണ്ടാവും, സീ റൈസ് ഉണ്ടാവും. നമ്മൾ പഠിച്ചില്ലേ? സീ റൈസും ട്രെഞ്ചസും ഉണ്ടാവും നമ്മൾ പഠിച്ചില്ലേ? അതല്ലേ പഠിച്ചത്? ഓക്കെ. അപ്പോ സീ റൈസ് ഉണ്ടാവുന്നു. സീ റൈസ് രണ്ട് രീതിയിൽ വരച്ചിട്ടുണ്ട്. ഒന്നിങ്ങനെ കോണിക്കൽ ഷേപ്പ് ആയിട്ട്, മറ്റൊന്ന് ഫ്ലാറ്റ് ടോപ്പ് ആയിട്ട്. ദിസ് കോണിക്കൽ ഷേപ്പ് സീ റൈസ് അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീ മൗണ്ട്. ദേ ആർ കോൾഡ് ആസ് സീ മൗണ്ട്. ദിസ് ഫ്ലാറ്റ് ടോപ്ഡ് വൺസ് ആർ കോൾഡ് ആസ് ഗയോട്ട്സ്. ഈ ഫ്ലാറ്റ് ടോപ്ഡ് വൺ നമ്മൾ വിളിക്കുന്ന പേരാണിത് ഗയോട്ട്. GUYOTS. അത് കണ്ടുപിടിച്ച ഒരു സയന്റിസ്റ്റിന്റെ പേരെന്തോ ആണ്. സപ്പോസ് we have divergence between oceanic plate. ഡൈവേർജൻസ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു? മാഗ്മ ഇതേപോലെ മുകളിലേക്ക് റൈസ് ചെയ്ത് വരുന്നു. അവർ മുകളിലേക്ക് റൈസ് ചെയ്ത് എന്തുണ്ടായി വരുന്നു? റിഡ്ജസ് ഉണ്ടാവുന്നു. നമ്മൾ പഠിച്ചില്ലേ? റിഡ്ജസ്. ഒരു കോണ്ടിനെന്റ് ഓഷ്യൻ കൺവെർജൻസ് ഉണ്ടെങ്കിൽ, സപ്പോസ് വി ഹാവ് കോണ്ടിനെന്റ് ഓഷ്യൻ കൺവെർജൻസ്, അവിടെ എന്താണ് നമ്മൾ പഠിച്ചേ? ട്രെഞ്ചസും മൗണ്ടെയിൻസും. മൗണ്ടെയിൻസ് കോണ്ടിനെന്റൽ ആയിക്കോട്ടെ, നമ്മൾ ഓഷ്യൻ ഫ്ലോറിനെ പറ്റി നോക്കുന്നുള്ളൂ. വി ഹാവ് ദി ഫോർമേഷൻ ഓഫ് ട്രെഞ്ചസ്. അപ്പൊ ഇത്രയുമാണ് എന്ത് മേജർലി വരുന്ന സബ്മറൈൻ ഫിസിക്കൽ ഫീച്ചേഴ്സ്. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ അവിടെ പറഞ്ഞതാണ്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കോണ്ടിനെന്റൽ ഷെൽഫ്, കോണ്ടിനെന്റൽ സ്ലോപ്പ്, അബിസൽ പ്ലെയിൻ. മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ, സീ മൗണ്ട് അബവ് വാട്ടർ ലെവലായി എന്തായാലും നമ്മൾ വിളിക്കും? ഐലൻഡ് ആയിട്ടുള്ള കാര്യം വരും. ഓക്കെ, നമുക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അല്ല, ഒരു ലാൻഡ് ഫോം കൂടിയുണ്ട്. അതായത് സപ്പോസ് ഇത് നമ്മുടെ കോണ്ടിനെന്റൽ ഷെൽഫ്, ഇത് കോണ്ടിനെന്റൽ സ്ലോപ്പ്, അബിസൽ പ്ലെയിൻ. ചിലപ്പോൾ along some regions, along the continental shelf and continental slope, we can see some eye-shaped valleys. eye-shaped valleys എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഐന്റെ ഷേപ്പിൽ ഇവിടെ ഇങ്ങനെ കുഴി പോലെ ഇങ്ങനെ മണ്ണെടുത്ത് പോയിക്കുന്ന പോലെ തോന്നും. ഓർ eye-shaped depressions. ഐ ആണ് eye-shaped depressions. ഈ ഐ ഷേപ്ഡ് ഡിപ്രഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്മറൈൻ കാനയോൺസ്. അവരെ വിളിക്കുന്ന പേര് സബ്മറൈൻ കാനയോൺസ്. ഇതിന് പല തിയറി ഉണ്ട് ഇതിന്റെ ഫോർമേഷനിലും. ലൈക്ക് കോമൺലി വി ക്യാൻ സേ ഈ വേവ്സ് ഒക്കെ വന്ന് ഇങ്ങനെ കുത്തി മറിഞ്ഞ് അത് ഇങ്ങനെ മണ്ണെടുത്തുകൊണ്ട് പോയിട്ടുണ്ടായതാണെന്ന് പറയപ്പെടുന്നു. ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാം. നമ്മളിവിടെ വി സോ അലോങ് ദി ബൗണ്ടറി ഓഫ് ദി, ഇവിടെയാണല്ലോ കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെയും ഓഷ്യൻ ക്രസ്റ്റിന്റെയും ബൗണ്ടറി. അലോങ് ദിസ് ബൗണ്ടറി വി ഹാവ് ട്രെഞ്ചസ്. എല്ലായ്പ്പോഴും ട്രെഞ്ചസ് അവിടെ ഉണ്ടായിക്കോളുന്നുണ്ടോ? ഇല്ല, കൺവെർജൻസ് നടക്കുമ്പോഴാണ് ഉള്ളത്. സപ്പോസ് ട്രെഞ്ചസ് ഇല്ലാത്തൊരു കേസിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, കോണ്ടിനെന്റൽ ഷെൽഫ്, സ്ലോപ്പ്, അബിസൽ പ്ലെയിൻ. ഈ കോണ്ടിനെന്റൽ ഷെൽഫിലാണ് കരയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഭാഗം. ഇവിടെ ആയാലും റിവേഴ്സ് ഒക്കെ വന്ന് അവസാനിക്കുക. അപ്പൊ റിവേഴ്സ് ഒക്കെ വന്നിട്ട് അവർ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ഇതിങ്ങനെ കുറെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ വരെ എത്തും. ഇത് എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഗ്രാവിറ്റിയുടെ പുറത്ത് ഇതിന് മുകളിൽ നിന്ന് ഇഴുകി വരും. അൾട്ടിമേറ്റ്ലി ആ ഡെപ്പോസിഷനൊക്കെ ഇവിടെ വന്ന് കിടക്കും. ഇവിടെ വന്ന് കിടക്കും. ഓൾ ദിസ് ഡെപ്പോസിഷൻ വിൽ അക്യുമുലേറ്റ് ഓവർ ഹിയർ. ഇതിങ്ങനെ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് ഇവിടെ ഒരു എലവേറ്റഡ് ലാൻഡ് ഫോം പോലെ ഫോം ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് കോണ്ടിനെന്റൽ റൈസ്. We call it as continental rise. മനസ്സിലാവുന്നുണ്ടോ? സോ ദീസ് ആർ ബേസിക്കലി എന്താ? റിവേഴ്സ് വന്ന ഡെപ്പോസിഷൻ ഇഴുകി വന്ന് ഇവിടെ വന്ന് ഫോം ചെയ്താണ് എന്ത്? കോണ്ടിനെന്റൽ റൈസ്. സെറ്റാണോ? ഇത്രയാണ് സബ്മറൈൻ ഫിസിക്കൽ ഫീച്ചേഴ്സ്. നിങ്ങളുടെ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് നോട്ട്സ് നമുക്ക് അടുത്ത ക്ലാസ് ചെയ്താൽ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക.
പത്രത്തിൽ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ വാക്ക്? വാട്ട് ഈസ് ഇൻഫ്ലേഷൻ? പറ, വാട്ട് ഈസ് ഇൻഫ്ലേഷൻ? സോ ഇൻഫ്ലേഷൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ നോട്ട് കിട്ടിയില്ലേ? അതിനകത്ത് ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താ? ഇറ്റ്സ് ദി റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ പ്രൈസസ് ഓവർ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. അപ്പം റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് പ്രൈസസ്, വാക്കുകൾ ശ്രദ്ധിക്കണം. റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് പ്രൈസസ് ആണ് ആദ്യത്തെ നമ്മുടെ മനസ്സിലേക്ക് ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ വരേണ്ട സാധനം. ഓക്കെ, റൈറ്റ് നൗ വാട്ട് ഈസ് ദി കണ്ടീഷൻ ഓഫ് ഇൻഫ്ലേഷൻ ഇൻ ഇന്ത്യ? ഇതിന് പറഞ്ഞ് കൂടുതലാണ്. സി ഹൗ or why are you saying that? Food prices right now it is increasing. അല്ലേ? 1 kilogram of carrot costs around 140 rupees. ഫുഡ് പ്രൈസസ് മൊത്തം കൂടുതലാണ്. ഇവിടെ നിങ്ങൾ ഇവിടുത്തെ ഹോട്ടലിലൊക്കെ പോയി നോക്കിയാൽ കാണാം, ചിക്കൻ്റെ വില ക്രമാതീതമായി വർദ്ധിച്ചതിനാൽ ഞങ്ങൾ ബില്ലിൽ ചെറിയൊരു വർധന വരുത്തുന്നു എന്ന് പറഞ്ഞ് എല്ലാ ഹോട്ടലിലും എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? പണ്ട് സംസമിലെ സ്ഥിരം കാഴ്ചയായിരുന്നത്. സംസമിൽ അവരിങ്ങനെ എഴുതി ഒട്ടിക്കുമായിരുന്നു. പിന്നെ എല്ലാ ഹോട്ടലുകാരും അത് കോപ്പി അടിച്ചു തുടങ്ങി. ഓക്കെ, അപ്പം ഫുഡ് പ്രൈസസ് റൈറ്റ് നൗ ഈസ് ഇൻക്രീസിങ്. സോ വി ക്യാൻ സേ ദാറ്റ് ഫുഡ് ഇൻഫ്ലേഷൻ ഈസ് ദെയർ. ബട്ട് when it comes to other things, see, inflation is right now under control. But food inflation right now is not under control. Okay, ബാക്കിയുള്ള കാര്യങ്ങളിൽ ഫുഡ് ഇൻഫ്ലേഷൻ കൺട്രോൾഡ് ആണ്, നോട്ട് ഇൻ ദി കേസ് ഓഫ് ഫുഡ്. ഓക്കെ, അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പഠിച്ചേ, ഇപ്പം തന്നെ പഠിച്ചേ. റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ പ്രൈസസ് ഓവർ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. സോ ത്രൂ ഇൻഫ്ലേഷൻ വി നോസ് ഹൗ മച്ച് ദി പ്രൈസസ് ഓഫ് എ പ്രൊഡക്റ്റ് ഹാസ് ഇൻക്രീസ്ഡ്. എത്രമാത്രം വില കൂടിയിട്ടുണ്ട് എന്ന് നമുക്ക് ഇൻഫ്ലേഷനിൽ കൂടെ മനസ്സിലാവും. ഓക്കെ, ഇനി ഇൻഫ്ലേഷനെ കുറച്ചും കൂടെ ഡെപ്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലേ? അതൊന്ന് നോക്കിക്കേ. ഇങ്ങനെ സാധനം കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് ഓരോ പോർഷനും ഓരോ പേരും കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാ? ഡിപ്രഷൻ. ഓക്കെ, ഈ പോർഷൻ്റെ പേര് പറ. ഇതാദ്യം പറ. ഇത് പറ. വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ദിസ്? What is this? അപ്പം അത്രയത്തിൽ കൂടെ തന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടോ? സി, ഇൻഫ്ലേഷൻ, റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ പ്രൈസസ്. ഓക്കെ, ആക്സിസ് ഓഫ് ബിടെക്. പറഞ്ഞോ, ആക്സിസ് എന്തൊക്കെയാ? ഓക്കെ, സെറ്റ്. പ്രൊസീഡ് ചെയ്തോട്ടെ. ഓക്കെ, സി, റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ പ്രൈസസ് ഓവർ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. ഇങ്ങനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ്റെ ഡെഫിനിഷൻ പഠിച്ചത്. ഈ ഗ്രാഫിൽ ഈ പോർഷനാണ് ഇൻഫ്ലേഷനായിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ടു ദി എംപ്ലോയ്മെൻറ്റ് ഡ്യൂറിങ് ആൻ ഇൻഫ്ലേഷൻ പീരീഡ്? ഇൻഫ്ലേഷൻ പീരീഡിൽ എംപ്ലോയ്മെൻറ്റിന് എന്ത് സംഭവിക്കും? ലോജിക്കലി കണക്ട് ചെയ്യും. സാലറി ഹൈക്ക് ഉണ്ടാവും. ഹൗ? എന്ന് പറയുമ്പം എമൗണ്ട് കൂടും. ലോജിക്കലി ചിന്തിക്കുക. സി, ഓക്കെ, അതിലേക്ക് വരാം. അതിലേക്ക് പിന്നെ വരുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഇതങ്ങ് പഠിച്ചു പോവാം. ഓക്കെ, സി, ഇൻക്രീസ്, റേറ്റ് ഓഫ് ഇൻക്രീസ് ഇസ് ഡിനോട്ടഡ് ആസ് ഇൻഫ്ലേഷൻ. ഓക്കെ, സപ്പോസ് ദിസ് ഈസ് 0. ഓക്കെ, ഫ്രം 0 the economic activity or the price is rising and it reaches a particular point and then it starts to decrease. ഇൻഫ്ലേഷൻ ഒരിക്കലും ഇങ്ങനെ അങ്ങ് പോകത്തില്ല. എല്ലാ എക്കണോമിയിലും അങ്ങനെ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ താഴ്ന്നേ പറ്റൂ. താഴാൻ വേണ്ടിയിട്ട് അതാത് സർക്കാരുകൾ സ്റ്റെപ്പ് എടുക്കും.
ഓക്കെ, അപ്പം റേറ്റ് ഓഫ് ഇൻക്രീസ് ഇവിടെ കാണിച്ചിരിക്കുന്നു. ഓക്കെ, ആൻഡ് വെൻ ഇറ്റ് റീച്ചസ് എ മാക്സിമം പോയിന്റ് ഇറ്റ് സ്റ്റാർട്ട്സ് ടു ഡിക്രീസ്. ഓക്കെ, ദിസ് പർട്ടിക്കുലർ പ്രോസസ് till it reaches zero is known as disinflation. So something has got inflated and then we are releasing. ഒരു ബലൂൺ ഭയങ്കരമായിട്ട് വീർപ്പിച്ചു എന്ന് കരുതാം. നോർമലായിട്ടിരുന്ന ബലൂണിനെ കുറേ കാറ്റടിച്ച് വീർപ്പിച്ചു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ബലൂൺ വാങ്ങി, ഇതൊരു ബലൂൺ ആയിരുന്നു, നോർമൽ മോഡിൽ ഇങ്ങനെ ഇരിക്കുക, അടിച്ച് വീർപ്പിച്ചു. സോ ദിസ് ഈസ് ഇൻഫ്ലേഷൻ. മനസ്സിലായോ? ദിസ് ഈസ് ഇൻഫ്ലേഷൻ. ഞാൻ ഇതിനെ തിരിച്ച് ഈ പരുവത്തിലേക്ക് കൊണ്ടുവരിക, ദാറ്റ് ഈസ് ഡിസിൻഫ്ലേഷൻ. മനസ്സിലായോ? ഒരു ഐഡിയ കിട്ടിയല്ലോ. പ്രൈസ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നു ആൻഡ് ഇറ്റ് ഹാസ് റൈസൺ ടു എ ന്യൂ ലെവൽ. സോ ദാറ്റ് പ്രോസസ് ഈസ് ഇൻഫ്ലേഷൻ ആൻഡ് ഇറ്റ് ഹാസ് കം ബാക്ക് ടു ദി പ്രീവിയസ് ലെവൽ. സോ ദാറ്റ് ഈസ് ഡിസിൻഫ്ലേഷൻ. എക്സ്ട്രാ കയറി അത്രയും കാറ്റിനെ അഴിച്ചു വിട്ട് നമ്മൾ പ്രീവിയസ് ലെവലിലേക്ക് കൊണ്ടെത്തിച്ചു. ഓക്കെ, ഇനിയും ഇപ്പോഴും ഇതിനകത്ത് കാറ്റുണ്ടല്ലോ, ഇത് വീണ്ടും അഴിച്ചു വിട്ടൂടെ? ഇത് വീണ്ടും അഴിച്ചു വിട്ട് ഇങ്ങനെ ആക്കി. ദിസ് ഈസ് ഡീഫ്ലേഷൻ. ഉള്ള കാറ്റിനെ മുഴുവൻ അഴിച്ചു കളഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരുത്തിയ സാധനത്തിന് ഡീഫ്ലേഷൻ എന്ന് പറയും. ഒരു ബലൂണ് ആദ്യം കുറച്ച് കാറ്റുണ്ട്, അഴിച്ച് പിന്നെയും കാറ്റ് കയറ്റി വലുതാക്കി, ഇൻഫ്ലേഷൻ. തിരിച്ച് പഴയ രൂപത്തിലേക്ക് കൊണ്ടുവന്നു, ഡിസിൻഫ്ലേഷൻ. ഉള്ള കാറ്റ് മുഴുവൻ കളഞ്ഞു, ഡീഫ്ലേഷൻ. തിരിച്ച് പഴയ പരുവത്തിലേക്ക് കൊണ്ടുവന്നു, റീഫ്ലേഷൻ. ടേംസ് എല്ലാം മനസ്സിലാക്കിയല്ലോ. ഇതിനെ തിരിച്ച് ഇങ്ങോട്ട് വരുന്നത് റീഫ്ലേഷൻ, ഇങ്ങോട്ട് വന്നു ഡീഫ്ലേഷൻ. ഇത് രണ്ടും മനസ്സിലാക്കുക. ഡീഫ്ലേഷനും ഡിസിൻഫ്ലേഷനും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ബാക്കി രണ്ടും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഡിസിൻഫ്ലേഷൻ മീൻസ് ഫ്രം ദി മാക്സിമം ലെവൽ ഇറ്റ് ഈസ് കമ്മിങ് ബാക്ക് ടു ദി പ്രീവിയസ് ലെവൽ. ഓക്കെ, മാക്സിമം ടു ദി പ്രീവിയസ് ലെവൽ. സോ ദാറ്റ് ഈസ് ഡിസിൻഫ്ലേഷൻ. Deflation means it's going below its normal level. That's deflation. And regaining its normal level again is reflation. Idea കിട്ടിയോ? ഓക്കെ അല്ലേ? ഡീഫ്ലേഷനും ഡിസിൻഫ്ലേഷനും ഇനി തെറ്റത്തില്ലല്ലോ. അടുത്ത ക്ലാസ്സിൽ ചോദിക്കും, തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായല്ലോ. ക്ലാസ് എഴുന്നേപ്പിച്ച് ഞാൻ നിർത്തും. മറ്റേ പഴയവർക്ക് ഹാൻഡ്സപ്പ് ഒക്കെ അടിച്ച് അവിടെ ഞാൻ നിർത്തിക്കും കേട്ടോ. ആണക്കേടാ ഇത്രയും വലുതായിട്ട് നിൽക്കേണ്ട അവസ്ഥയൊക്കെ. ഇതിവിടെ കിടക്കട്ടെ. ഇതിൻ്റെ ഈ എക്കണോമിക് ആക്ടിവിറ്റി ആസ്പെക്റ്റിലേക്ക് വരാം. അതിനു മുമ്പ് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ്? പറഞ്ഞോ. ഡിമാൻഡ് പുള്ള്. ഫസ്റ്റ് വൺ ഈസ് ഡിമാൻഡ് പുള്ള്. സെക്കൻഡ് വൺ ഈസ് കോസ്റ്റ് പുഷ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയരുത് കേട്ടോ. തേർഡ് വൺ ഓക്കെ. നമ്മളിവിടെ പഠിച്ചെന്താ? വാട്ട് ഈസ് ഇൻഫ്ലേഷൻ കുഞ്ഞ്? അല്ല, നിന്റെ പറയും പേരെന്നോടെ കൂട്ടാ. ആശ പറ. വാട്ട് ഈസ് ഇൻഫ്ലേഷൻ? ലെങ്ത് കൂടുന്നു. അപ്പോൾ ഷാഫി നല്ല കറക്റ്റായിട്ട് വെട്ടിപ്പായിട്ട് അങ്ങോട്ട് പറഞ്ഞു തന്നതല്ലേ? പറ. നിനക്കറിയാവുന്ന രീതിയിൽ അങ്ങ് പറഞ്ഞു. പറഞ്ഞു അറിയാവുന്ന രീതി പറ. അത്രേ ഉള്ളൂ. വിലക്കയറ്റം അല്ലെങ്കിൽ വിലക്കയറ്റം തോത് കൂടുന്നു. റേറ്റ് ആണ് നമ്മൾ തോത്. വിലക്കയറ്റത്തിൻ്റെ തോത് കൂടുന്നു. അതാണ് മെയിൻ വിഷയം. റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് പ്രൈസസ്, തോത്. ആ ഒരു ഐഡിയ എപ്പോഴും മനസ്സിലുണ്ടാവണം കേട്ടോ. അപ്പം വില കൂടുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവണ്ടേ? ചുമ്മാ വില കൂടത്തില്ലല്ലോ. അതാണ് ഈ 3 ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഈസ് ഡിമാൻഡ് പുള്ള്, കോസ്റ്റ് പുഷ്. പുഷും പുള്ളും തമ്മിൽ തിരിച്ചറിയാത്ത ആരും ഇല്ലല്ലോ. എന്തോ ഒരു ഡൗട്ട് അവിടെ ഉണ്ട് അല്ലേ? എന്നാ പറ. സെറ്റ്. അപ്പം ഫസ്റ്റ് വൺ ഈസ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. സോ ഡിമാൻഡ് ഈസ് പുള്ളിങ് ദി പ്രൈസസ്. അതെങ്ങനെയാ? ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ മീൻസ് ഡിമാൻഡ് ഈസ് പുള്ളിങ് അപ്പ് ദി പ്രൈസസ്.
ഡിമാൻഡ് കാരണം പ്രൈസസ് കൂടുന്നു. സി ഈ വാക്ക് നിങ്ങളെല്ലാം എപ്പോഴും മനസ്സിൽ ഓർത്ത് വെക്കുക. ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു വാക്ക് എക്കണോമിക്സ് എവിടെ പഠിച്ചാലും അവിടെയൊക്കെ ഡിമാൻഡ് 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 എന്ന് പറഞ്ഞ സാധനം കയറി വരും. എക്കണോമിക്സ് ഇസ് ഓൾ അബൌട്ട് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഓക്കെ, സോ ഡിമാൻഡ് ഈസ് പുള്ളിങ് അപ്പ് ദി ഇൻഫ്ലേഷൻ ഓർ പുള്ളിങ് അപ്പ് ദി പ്രൈസസ്. ഹൗ ആ സാധനങ്ങളുടെ കുറവ് കാരണമാണോ ഡിമാൻഡ് കൂടുന്നത്? ആവശ്യക്കാർ കൂടുന്നതിനെ ഡിമാൻഡ് കൂടുക എന്ന് പറയുന്നത്. ഹൗ? ആ പറ. ആ അതാണ് നോർമലി നമ്മുടെ ഡിമാൻഡ് കൂടുന്നത് എപ്പോഴാ? വെൻ വി ഹാവ് ലോട്ട് ഓഫ് മണി, റൈറ്റ്? സി ഞാനൊരു നോർമൽ എംപ്ലോയി ആണ്. മൈ മന്ത്ലി സാലറി ഈസ് 30,000. ഓക്കെ, in that case I will not demand an iPhone. നോർമൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ വെച്ച് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും, അല്ലേ? മന്ത്ലി 30,000 കിട്ടുന്നു, വീട്ടു ചിലവ് എല്ലാത്തിനും കാശ് പോകണം. സോ ബാക്കി എനിക്കൊരു ഐഫോൺ മേടിക്കാനുള്ളതില്ല. സോ ഇൻ ദാറ്റ് കേസ് ഐ വിൽ ഡിമാൻഡ് ഓൺലി ആൻ ആൻഡ്രോയിഡ് ഫോൺ, നോർമൽ ആൻഡ്രോയിഡ് ഫോൺ ബിലോ 20,000 or 15,000. Okay, but suppose my monthly salary gets hiked to 1 lakh. What will happen? Surely I will go for iPhone. കാരണം എൻ്റെ ഏണിങ്, എൻ്റെ കയ്യിലുള്ള മണി കൂടിയപ്പം എൻ്റെ ഡിമാൻഡ് കൂടി, അല്ലേ? വേറെ എക്സാമ്പിൾ എടുക്ക്. നിങ്ങൾക്ക് നോർമൽ ജോലിയുള്ളൂ, ഒരു ഹോണ്ട ആക്റ്റീവയോ വല്ലതൊക്കെ നമ്മൾ മേടിക്ക് ഓടിച്ചങ്ങ് പോകും. നിങ്ങൾക്ക് ഹെവി സാലറി കിട്ടിയെന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ട് ആമ്പിള്ളേരാണെങ്കിൽ പുതിയ തരം സാധനങ്ങളിലേക്ക്, എനിക്ക് പേരൊന്നും അറിഞ്ഞുകൂടാ, ഞാനൊരു വണ്ടി ഭ്രാന്തനല്ലാത്തതുകൊണ്ട് എനിക്ക് പുതിയ ബൈക്കുകളുടെ ഒന്നിൻ്റെ ഡീറ്റെയിൽസ് അറിയാം. അതുകൊണ്ട് ഞാൻ പറയാം, അപ്പോൾ മറ്റേ കൂടിയ വണ്ടികളൊക്കെ കാണത്തില്ല, ഇങ്ങനെ കട്ടാന്ന് പോകുന്ന സാധനങ്ങൾ. അപ്പോൾ അതിലോട്ടൊക്കെ പോവും. പെമ്പിള്ളേരാണെങ്കിൽ ചിലപ്പോൾ ഒരു കാറിലോട്ടൊക്കെ പോകും. ഏത് ഇപ്പോൾ കോമറ്റൊക്കെ ഭയങ്കരമായിട്ട് ഇവിടെ ചിലവായിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്, ഇലക്ട്രിക് വെഹിക്കിളാണ് കോമറ്റ്. കൂടുതലും ട്രിവാൻഡ്രം സിറ്റിയിൽ പെൺകുട്ടികൾ അത് ഓടിച്ചു കാണുന്നത്. അപ്പോൾ അതിലേക്ക് പോകും. എന്തുകൊണ്ടാണ്? നമ്മുടെ കയ്യിലുള്ള മണി കൂടി. സോ ദി മണി സപ്ലൈ ഹാസ് ഇൻക്രീസ്ഡ്. Okay, that will get transferred to an increase in demand. So an increase in money supply increases the demand. That is demand pull inflation. അപ്പോൾ എങ്ങനെയാണ് ഡിമാൻഡ്, മണി സപ്ലൈ കൂടി, ഡിമാൻഡ് കൂടി, അതുകൊണ്ട് എങ്ങനെയാണ് പ്രൈസ് കൂടുന്നത്? ഇപ്പം അവർ പറഞ്ഞ ലോജിക്കാ. ഡിമാൻഡ് കൂടുമ്പോൾ ഇപ്പം ഇവിടെ ഡിമാൻഡ് കൂടിയത് പെട്ടെന്നൊരു മൊമെൻറ്റിൽ കമ്പനികൾ അറിയണം എന്നില്ല. ഫോർ എക്സാമ്പിൾ, തിരുവനന്തപുരത്തെ ഇൻഫോസിസിൽ എല്ലാവർക്കും പെട്ടെന്ന് സാലറി കൂട്ടി. ഇതൊന്നും ആപ്പിൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ആപ്പിൾ അറിയുന്നത് എപ്പോഴാണ്? ഇവിടുത്തെ ഷോറൂമുകളിലേക്ക് ഐഫോണിൻ്റെ ഡിമാൻഡ് കൂടുമ്പോഴാണ് അവർ അറിയുന്നത്. ഓക്കെ, ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഡിമാൻഡ് കൂടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ നോക്കുമ്പോഴാണ് അവരറിയുന്നത് ഇങ്ങനെ ഒരു കമ്പനി എല്ലാവർക്കും സാലറി കൂട്ടി. അപ്പോൾ എന്ത് പറ്റും? എല്ലാവരും കൂടെ ഐഫോൺ മേടിക്കാൻ ഓടിക്കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? അതിനൊത്ത സപ്ലൈ ഉണ്ടാവത്തില്ല, അപ്പോൾ പ്രൈസ് കൂടും. മനസ്സിലായോ? So when the money supply increases, demand increases. Okay, and if there is not enough supply to maintain this demand, then naturally the price will rise. Idea കിട്ടിയോ? മണി സപ്ലൈ കൂടുന്നു, ഡിമാൻഡ് കൂടുന്നു. ഡിമാൻഡ് ചെയ്യുമ്പോൾ അതിനൊത്ത് സപ്ലൈ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൈസ് കൂടും, അല്ലേ? ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന കാര്യമല്ലേ? ഡിമാൻഡിനൊത്ത് നമ്മൾ ഡിമാൻഡ്, ഇപ്പോൾ 100 പേര് എന്നൊരു സാധനം മേടിക്കാൻ നിൽക്കുന്നു, അവിടെ 20 എണ്ണമേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് അതിൻ്റെ വില കൂടും. ഡിമാൻഡിനൊത്ത് സപ്ലൈ ഇല്ല. അപ്പം ഡിമാൻഡ് എന്തുകൊണ്ട് വരുന്നു? ഡ്യൂ ടു ദി ഇൻക്രീസ് ഇൻ മണി സപ്ലൈ. ഇവിടാണ് നീ പറഞ്ഞ പണപ്പെരുപ്പം എന്ന് പറയുന്ന കാര്യം കയറി വരുന്നത്. ഇൻക്രീസ് ഇൻ മണി സപ്ലൈ, പണപ്പെരുപ്പം നമ്മൾ മലയാളത്തിൽ പറയും. ഓക്കെ, ഹൗ and increase in money supply can happen in an economy. പറ എങ്ങനെയൊക്കെ? പറഞ്ഞാൽ ഈസി അല്ലേ? ബൈ ഇൻക്രീസിങ് സാലറീസ്. ഹൗ ഓക്കെ, ഓണം ബോണസ്, ക്രിസ്മസ് ബോണസ്,
പെരുന്നാൾ ബോണസ് ഇതൊക്കെ നമ്മുടെ കേരള സർക്കാർ കൊടുക്കാറുണ്ട് അല്ലേ? സോ ദാറ്റ് ഈസ് വൺ വേ ഓഫ് ഇൻക്രീസിങ് മണി സപ്ലൈ. ദെൻ ഹൗ ദി ഗവൺമെൻറ് ഇൻക്രീസസ് മണി സപ്ലൈ ഇൻ ആൻ എക്കണോമി? ദർ ആർ ഡിഫറെൻറ്റ് വേസ്. ദിസ് ഈസ് ആൻ ഇൻസെൻറ്റീവ്, ടൈപ്പ് ഓഫ് ഇൻസെൻറ്റീവ് ബോണസ് എന്ന് പറയുന്നത്. ലോൺ സിമിലർ, വേറെ രീതി കൂടെ. ലോട്ടറി നമുക്ക് പറയാൻ നോക്കില്ല, അങ്ങനെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. വേറെ മാർഗം പറ. സി ഡ്യൂറിങ് കോവിഡ് ടൈം, സി അവർ എക്കണോമിക് ആക്ടിവിറ്റി വെന്റ് ഡൗൺ ആൻഡ് ഓൺ ദി നെക്സ്റ്റ് ബഡ്ജറ്റ് we have I think around 10% of the GDP was kept aside for rejuvenating the economy. GDP-യുടെ 10% തുക ബഡ്ജറ്റിൽ മാറ്റി വെച്ചു. എന്തിനാണ്? എക്കണോമിയെ തിരിച്ചു കൊണ്ടുവരാൻ, പുനരുജ്ജീവിപ്പിക്കാൻ. ആരുടെ അക്കൗണ്ടിൽ പൈസ എന്നിട്ട് വരാ, അതല്ലേ അത് ചെയ്തത്? ഹൗ? നിങ്ങളുടെ ആരെങ്കിലും അക്കൗണ്ടിൽ കിട്ടിയ പൈസ ഇല്ലല്ലോ. കോവിഡ് അല്ല, ഇരിക്കട്ടെ, 10,000 രൂപ എന്ന് പറഞ്ഞ് തന്നില്ലല്ലോ. But the economy came back to its previous position. How? Through government spending. എങ്ങനെയാ? ടാക്സ് അടിച്ചോ? അതിൻ്റെ കുറയത്തില്ലേ ഉള്ള നേരം പൈസ? ദാറ്റ് ഈസ് സബ്സിഡി. സബ്സിഡി. ഓക്കെ. ഓക്കെ, PDS is also kind of subsidy. ഓക്കെ, പിന്നെ വേറെ പറ പിള്ളേരെ. They will invest more in infrastructure projects. See, what will happen if they invest more in infrastructure projects? Suppose they have started building this new NH66. What will happen? Yes, the government will spend thousands or 10,000 crores on that project. So that will generate employment. Then naturally, money will come into your hand. അല്ലേ? നീ ഇപ്പോൾ അതിൽ പണിയെടുക്കാൻ പോയാൽ നിനക്ക് വരും. ആ പ്രോജക്റ്റ് അവിടെ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് പൈസ ഇല്ല. നിന്നെ പോലൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പൈസ ഉണ്ടാവത്തില്ല. ആൻഡ് ഇൻഡയറക്ട്ലി ഇറ്റ് വിൽ ജനറേറ്റ് അതർ എംപ്ലോയ്മെൻറ്റ്സ് ഓൾസോ. അല്ലേ? ചായക്കട വരും, ചായ, വട, അങ്ങനത്തെ പരിപാടി എല്ലാം ഓരോ ജംഗ്ഷനിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ ഇൻഡയറക്ട്ലി ഗവൺമെൻറ് സ്പെൻഡ്സ് എമൗണ്ട് ഓൺ ദീസ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്. യൂഷ്വലി ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്. The other ways are giving subsidies, then interest-free loans. For example, they have given this PM Swanidhi project or scheme for rejuvenating this തട്ടുകടകൾ, സ്ട്രീറ്റ് വെൻഡേഴ്സിന് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ് കൊടുത്തു. 10,000 രൂപ തട്ടുകടയും വഴിയോര കടയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് 10,000 രൂപ ഇട്ട് കൊടുത്തു. കാരണം ഡയറക്റ്റ്ലി അവരുടെ പോക്കറ്റിലേക്ക് കൊടുക്കുകയല്ല. എന്തിനു വേണ്ടിയിട്ടാണ്? തിരിച്ച് അവരുടെ കച്ചവടം മെച്ചപ്പെടുത്താനാണ്. കച്ചവടം മെച്ചപ്പെടുത്തും. അപ്പോൾ അവർക്ക് 10,000 രൂപ കിട്ടി കഴിയുമ്പോൾ അവർക്ക് പെട്ടെന്ന് റിജുവനേഷനാണ് അല്ലേ? 10 രൂപ കിട്ടി, ഓക്കെ, അവർ പെട്ടെന്ന് പോയിട്ട് അവരുടെ തട്ടുകടയും ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് വീണ്ടും ഒരു വർക്ക് ചെയ്യാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? അത് ഡയറക്റ്റ് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ എല്ലാവരുടെ അക്കൗണ്ടിലോട്ട് 10,000 രൂപ വെച്ച് തന്നു കഴിഞ്ഞാൽ പ്രശ്നം തീരില്ലായിരുന്നു? തീരും, പ്രശ്നം തീരും. എന്താ സംശയം? എന്തുകൊണ്ട് തരുന്നില്ല? ഇറ്റ് വിൽ ഇൻക്രീസ് ദി ഇൻഫ്ലേഷൻ. എല്ലാവരുടെയും കൈ 10,000 രൂപ വന്നു. ഇപ്പം ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെക്ക് വഴിയോര കച്ചവടക്കാർക്ക് അവർക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ എന്ന നിലയ്ക്കാണ് കൊടുത്തത്. ഇനി ചുമ്മാ അത് 10,000 രൂപ എല്ലാവരുടെയും കൈ കൊടുക്കുമായിരുന്നല്ലോ. പക്ഷെ അവർ വേറെ കാര്യങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്തേനെ. മനസ്സിലായില്ലേ? തിരിച്ച് അവരുടെ കട വരുന്നുണ്ടാവില്ല, അവരിതെടുത്ത് വേറെ കാര്യത്തിന് ചിലവഴിക്കുകയും ചെയ്യും. സോ ഇങ്ങനെ എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഏതെങ്കിലുമൊക്കെ പർട്ടിക്കുലർ സാധനങ്ങളുടെ പുറകിന് പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? പ്രൈസ് ഉണ്ടാവാം, ഇൻഫ്ലേഷൻ ഉണ്ടാവാം വലിയ തോതിൽ. ഇങ്ങനെ ഇൻഡയറക്ട്ലി കൊടുത്തു കഴിയുമ്പോൾ അതുണ്ടാവുന്നില്ല. ഉണ്ടായാലും ലിമിറ്റഡാണ്. മനസ്സിലായോ? നമ്മൾ അക്വാറ്റിക് എക്കോസിസ്റ്റംസ് ആണല്ലേ പഠിക്കുന്നത്. അക്വാറ്റിക് എക്കോസിസ്റ്റത്തിൽ ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യാൻ ചില ഫാക്ടേഴ്സ്, അത് ചില എൻവയോൺമെന്റൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ ചിലപ്പം ചില ക്രൈറ്റീരിയാസ് ഒക്കെ വേണം അല്ലേ? ദോസ് ഫാക്ടേഴ്സ് ലിമിറ്റിംഗ് ദി പ്രൊഡക്ടിവിറ്റി ഓഫ് ദി അക്വാറ്റിക് ഹാബിറ്റാറ്റ്. ഇതാണ് നമ്മളിനി നോക്കുന്നത്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്? നേരെ പറഞ്ഞില്ലേ, ഈ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആ അക്വാറ്റിക്
എൻവയോൺമെന്റ് അല്ലെങ്കിൽ അക്വാറ്റിക് ഹാബിറ്റാറ്റിൽ എത്രത്തോളം എന്താണ്, എത്രത്തോളം അതിന്റെ പ്രൊഡക്ടിവിറ്റി എത്രത്തോളം ലിമിറ്റ് ചെയ്യുന്നുണ്ടോ ആ ഫാക്ടേഴ്സ്, അതിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓരോരോ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യത്തെ ലിമിറ്റിംഗ് ഫാക്ടർ ആയിട്ട് ഏതാ പഠിക്കുന്നത്? നമ്മൾ ഓരോ എക്കോസിസ്റ്റം നോക്കുവാണെങ്കിൽ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്. അത് ഡിപ്പെൻഡ് ചെയ്യാം. ഓരോ എക്കോസിസ്റ്റത്തിലും അതിൻ്റെതായിട്ടുള്ള ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മൾ ഇൻ ജനറൽ ആണ് നമ്മളിപ്പം പറയുന്നത്. ആദ്യത്തെ ലിമിറ്റിംഗ് ഫാക്ടർ ഏതാ നമ്മൾ പറയുന്നത്? സൺലൈറ്റ്. അക്വാറ്റിക് എക്കോസിസ്റ്റത്തിൽ ഒരു ലെവൽ കഴിയുമ്പം സൺലൈറ്റ് നമുക്ക് കിട്ടുമോ? അപ്പൊ അവിടുത്തെ പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കത്തില്ലേ? അതുകൊണ്ട് സൺലൈറ്റ് ഒരു ലിമിറ്റിംഗ് ഫാക്ടർ ആയിട്ട് നമുക്ക് പറഞ്ഞൂടെ, ഇല്ലേ? അപ്പം ഈ സൺലൈറ്റിന്റെ ബേസിസിൽ സൺലൈറ്റ് പെനിട്രേറ്റ് ചെയ്യണമെങ്കിൽ ദി വാട്ടർ മസ്റ്റ് ബി ക്ലിയർ വാട്ടർ ആയിരിക്കണ്ടേ? ഇപ്പൊ മടി വാട്ടർ ഒക്കെ ആണെങ്കിൽ സൺലൈറ്റ് പെനിട്രേറ്റ് ചെയ്യുമോ? ഇല്ല. അപ്പൊ സൺലൈറ്റിന്റെ പെനിട്രേഷന്റെ ബേസിസിൽ നമുക്ക് ഈ വാട്ടർ ബോഡീസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഫോട്ടിക് സോൺ ആൻഡ് അഫോട്ടിക് സോൺ. സൺലൈറ്റിന്റെ പെനിട്രേഷന്റെ ബേസിസിൽ നമുക്ക് അക്വാറ്റിക് എക്കോസിസ്റ്റത്തിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, രണ്ട് ലെവലായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്താണ്? ഫോട്ടിക് സോൺ എന്നും അഫോട്ടിക് സോൺ എന്നും നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫോട്ടിക് സോൺ എന്ന് പറഞ്ഞാൽ എന്താ? സൺലൈറ്റ് അവിടെ നന്നായിട്ട് അവിടെ പെനിട്രേറ്റ് ചെയ്യും ഫോട്ടിക് സോണിൽ, അല്ലേ? അത് ഏകദേശം ഒരു നമ്മുടെ ഒരു മേളിൽ നിന്ന് ഒരു സർഫസ് നിന്ന് ഒരു 200 മീറ്റർ വരെയൊക്കെ പോത്തുള്ളത്. ഇവിടെ വാട്ടർ ലെവലിന്റെ സർഫസ് ഒരു 200 മീറ്റർ വരെയൊക്കെ സൺലൈറ്റ് പെനിട്രേറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇതിനെ നമുക്ക് അപ്പോൾ ഒരു റേഞ്ച് ഉണ്ടല്ലോ. ഇത് 200 എന്ന് പറഞ്ഞാൽ പിന്നെ ഓൺ ആൻ ആവറേജ് ആണ് ഞാൻ പറഞ്ഞത്. ഇത് എത്ര പേരായിരിക്കും നമ്മൾ ഫോട്ടിക് സോൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? 100 യൂണിറ്റ് സൺലൈറ്റ് നമ്മുടെ വാട്ടർ സർഫസിൽ വന്നിട്ടുണ്ടെങ്കിൽ പെനിട്രേറ്റ് ചെയ്ത് അവസാനം 1 യൂണിറ്റ് എത്തത്തില്ലേ? 100 യൂണിറ്റ് വന്നു, താഴേക്ക് പോകുമ്പോൾ ഈ 100 യൂണിറ്റ് കിട്ടുമോ? ഇല്ല, കുറെ ഒന്നും പെനിട്രേറ്റ് ചെയ്യത്തില്ലല്ലേ, കുറച്ച് കുറഞ്ഞ് 1 യൂണിറ്റ് എവിടെ നമുക്ക് കാണാൻ പറ്റുന്നോ അവിടം വരെയാണ് ഫോട്ടിക് സോൺ എന്ന് പറഞ്ഞാൽ സർഫസിൽ റീച്ച് ചെയ്യുന്നതിന്റെ 1% വരെ എവിടം വരെ എത്തുന്നോ അതിനെ നമുക്ക് ഫോട്ടിക് സോൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താണ് ഫോട്ടിക് സോൺ എന്ന് പറഞ്ഞാൽ? ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം ദി ലേക്ക് സർഫസ് ഡൗൺ ടു വേർ ദി ലൈറ്റ് ലെവൽ ഈസ് 1% ഓഫ് ദാറ്റ് ഈസ് റിസീവ്ഡ് ഇൻ ദി സർഫസ്. സർഫസിൽ ഒരു 100 യൂണിറ്റ് ലൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് പെനിട്രേറ്റ് ചെയ്ത് ഫുൾ എമൗണ്ട് നമുക്ക് താഴോട്ട് കിട്ടുമോ? ഇല്ല. ഇത് കുറഞ്ഞ് അവസാനം 1 യൂണിറ്റ് ലൈറ്റ് വരെ കിട്ടുന്ന സ്ഥലത്തിനെ നമുക്ക് ഫോട്ടിക് സോൺ എന്ന് പറയാം. അതിന്റെ താഴത്തുള്ള എന്താ? അതിന്റെ താഴേക്കുള്ള എന്താ? സൺലൈറ്റ് ഇല്ല. അതിനെ നമ്മൾ എന്താ പറയുന്നത്? അഫോട്ടിക് സോൺ എന്ന് നമുക്ക് പറയാം, അല്ലെ? ഇനി ഫോട്ടിക് സോൺ എത്രയായിരിക്കും? ഇത്രയൊക്കെ കാണത്തുള്ളൂ. ഇത് വാട്ടർ ബോഡിയാണ്, ഇത് വാട്ടർ ബോഡിയാണ്. അപ്പൊ ഇത് ഫോട്ടിക് സോൺ ആണ്. ഇതിന്റെ താഴേക്കുള്ളത് എന്താണ്? അഫോട്ടിക്. ഇനി പറ, ഞാൻ ഇവിടെ എഴുതുവാണ്, ഇവിടെ നടക്കുന്ന 2 ഫിനോമിന എന്തൊക്കെയാണെന്ന് ഞാൻ എഴുതുവാണ്. ഫോട്ടോസിന്തസിസ് പ്ലസ് റെസ്പിറേഷൻ. ഇത് ശരിയാണോ? ഇത് ശരിയാണോ? ഫോട്ടിക് സോണിൽ ഫോട്ടോസിന്തസിസ് പ്ലസ് റെസ്പിറേഷൻ എന്ന് എഴുതിയാൽ ശരിയാണോ? ഇവിടെയോ? ഫോട്ടോസിന്തസിസ് പ്ലസ് റെസ്പിറേഷൻ. ഇത് ശരിയാണോ? ശരിയാണ്. ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും എവിടെ സംഭവിക്കും? ഫോട്ടിക് സോണിൽ സംഭവിക്കും. അഫോട്ടിക് സോണിലോ? ഒന്നുമില്ലേ? റെസ്പിറേഷൻ സംഭവിക്കത്തില്ലേ അവിടെ? ഫോട്ടോസിന്തസിസ് അല്ലേ സംഭവിക്കാത്തേ ഉള്ളൂ. നമുക്ക് എനർജി വേണമെങ്കിൽ നമുക്ക് റെസ്പിറേഷൻ വേണം, അല്ലേ? റെസ്പയർ ചെയ്താലേ നമുക്ക് എനർജി കിട്ടത്തുള്ളൂ. അപ്പൊ ഇവിടത്തുള്ള ഓർഗാനിസത്തിന് എങ്ങനെയാണ് റെസ്പിറേഷൻ വേണ്ടേ? അപ്പൊ ഇവിടെ ഫോട്ടോസിന്തസിസ് ഇല്ല, റെസ്പിറേഷൻ മാത്രമേ ഉള്ളൂ. ഫോട്ടിക് സോണിൽ നമുക്ക് രണ്ടും ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും നടക്കും. അഫോട്ടിക് സോണിൽ നമുക്ക് റെസ്പിറേഷൻ മാത്രമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഫോട്ടിക് സോൺ എന്താണെന്നും അഫോട്ടിക് സോൺ എന്താണെന്നും കണ്ടു. അഫോട്ടിക് സോൺ എന്താണ്? Lower layers of aquatic ecosystem where the light penetration and plant growth are restricted forms the aphotic zone. Only respiration activity takes place in this zone. അപ്പോൾ ഫോട്ടിക് സോണിന്റെ താഴേക്ക്
മൊത്തം അഫോട്ടിക് സോൺ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പം സൺലൈറ്റ് ഒരു ലിമിറ്റിംഗ് ഫാക്ടർ ആവുന്നത് എങ്ങനെയാണെന്ന് കണ്ടില്ലേ? സൺലൈറ്റിന്റെ പെനിട്രേഷൻ താഴേക്ക് പോകുമ്പം കുറവായിരിക്കും. ബേസ്ഡ് ഓൺ ദി ലൈറ്റ് പെനിട്രേഷൻ ആൻഡ് പ്ലാൻ ഡിസ്ട്രിബ്യൂഷൻ ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫോട്ടിക് സോൺസ് ആൻഡ് അഫോട്ടിക് സോൺ. അത് രണ്ടും എന്താണെന്ന് കണ്ടു. ഇതിനെ നമുക്ക് ഫെർദർ വേണമെങ്കിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒരു അക്വാറ്റിക് ബോഡിയെ ഫോട്ടിക് സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പെലാജിക് എന്ന് പറഞ്ഞ ലെയർ എന്ന അർത്ഥം. ഇതിനകത്ത് നിങ്ങൾ എപ്പിപെലാജിക് സോൺ, മീസോപെലാജിക് സോൺ, ബാത്തിപെലാജിക് സോൺ, അബിസോപെലാജിക് സോൺ, ഈ പെലാജിക് എന്ന് പറഞ്ഞ ലെയർ ആണ്. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ലെയർ ആണ്. ഇത് ഓരോ ലെയർ ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഫോട്ടിക് സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനകത്ത് ഫോട്ടിക് സോൺ ഏതായിരിക്കും? എപ്പിപെലാജിക് സോൺ ആയിരിക്കും ഫോട്ടിക് സോൺ എന്ന് പറഞ്ഞാൽ. ഈ മീസോപെലാജിക് സോൺ നമ്മൾ ട്വൈലൈറ്റ് ഇല്ലേ, രാവിലത്തെ റിഫ്രാക്ഷൻ വഴിയൊക്കെ കുറച്ച് ലൈറ്റ് കിട്ടത്തില്ലേ, ചെറിയ രീതിയിൽ അവിടെ ഫോട്ടോസിന്തസിസ് സംഭവിക്കായിരിക്കും. കുറച്ച് ചെറിയ രീതിയിൽ ലൈറ്റ് കിട്ടുന്നുണ്ട് അതിന്റെ മേളിൽ. അതിനെ നമ്മൾ മീസോപെലാജിക് സോൺ എന്ന് പറയും. അതായത് ട്വൈലൈറ്റ് സോൺ എന്ന് പറയും. നമ്മൾ ഡോണിലും ഡെസ്കിലും നമുക്ക് വേറൊരു ലൈറ്റ് കിട്ടത്തില്ലേ, നമുക്ക് രാവിലെയും സന്ധ്യയ്ക്കും. ആ ഒരു രീതിയിൽ ഒരു ട്വൈലൈറ്റ് ആയിരിക്കും നമുക്ക് ഈ ഒരു സോണിൽ കാണാൻ കഴിയുന്നത്. അതിനെ നമ്മൾ മീസോപെലാജിക് സോൺ എന്ന് പറയാൻ പറ്റും. അതിന് താഴെ വരുന്ന സോണാണ് ബാത്തിപെലാജിക് സോൺ. ഇത് തൊട്ട് അഫോട്ടിക് സോൺ ആണിത്. ഇവിടെ ലൈറ്റ് പെനിട്രേഷനേ ഇല്ല ബാത്തിപെലാജിക് സോണിൽ. അബിസോപെലാജിക് സോൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെയുള്ള ലെയർ ആണ്. എന്ന് പറഞ്ഞാൽ സീ ബെഡ് അല്ലെങ്കിൽ റിവർ ബെഡുമായിട്ട് ചേർന്ന ലെയർ ആണ് നമുക്ക് അബിസോപെലാജിക്. ഇവിടെയാണ് നമുക്ക് എന്ത് കാണാൻ കഴിയുന്നത്? ഇവിടെയാണ് ലോബ്സ്റ്റേഴ്സിനെയും ക്രാബ്സും ഒക്കെ ക്രോൾ ചെയ്ത് കിടക്കുന്ന. ഇവിടെയാണ് ബെന്തിക് റീജിയൻ, ബെന്തോസ് എന്നൊക്കെ നമ്മൾ പറയും. ബെന്തിക് ഓർഗാനിസംസ് ഒക്കെ നമുക്ക് ഇവിടെയാണ് കാണാൻ കഴിയുന്നത്. ഇതിന്റെ താഴെ വരുന്ന ഈ ട്രെഞ്ചസ് ഒക്കെ ഇല്ലേ, ട്രെഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കും പ്ലേറ്റ് ടെക്ടോണിക്സിൽ. ഇങ്ങനെ ഇതൊരു കോണ്ടിനെന്റൽ പ്ലേറ്റും ഇതൊരു ഓഷ്യാനിക് പ്ലേറ്റും ആണെങ്കിൽ ഈ രണ്ട് പ്ലേറ്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കോണ്ടിനെന്റൽ പ്ലേറ്റും ഇതൊരു ഓഷ്യാനിക് പ്ലേറ്റും ആണ്. ഇത് മൂവ് ചെയ്യും. ഇതിനകത്ത് ഡെൻസർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഓഷ്യാനിക് പ്ലേറ്റ് ആണ്. ഡെൻസിറ്റി കൂടിയ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഓഷ്യാനിക് പ്ലേറ്റ് ആണ്. ഇത് രണ്ട് മൂവ് ചെയ്യുമ്പോൾ എന്താണ്? ഡെൻസിറ്റി കൂടിയ പ്ലേറ്റ് ഇങ്ങനെ സബ്ഡക്ട് ചെയ്യും. ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഡെൻസിറ്റി കൂടുതലുള്ള പ്ലേറ്റ് ഇങ്ങനെ സബ്ഡക്ട് ചെയ്യും. എന്നിട്ട് ഇത് താഴേക്ക് പോകും. ഇത് മെൽറ്റ് ചെയ്തിട്ടാണ് നമുക്ക് മാഗ്മ വന്നിട്ട് ഇവിടെ മൗണ്ടൻസ് ഒക്കെ കാണാൻ കഴിയുന്നത്. ഇതാണ് മൗണ്ടൻ ഫോർമേഷൻ. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. വോൾക്കാനോ ഫോം ചെയ്യുന്നതൊക്കെ ഇങ്ങനെയാണ്. അതിൻ്റെ കൂടെ ഇത് താഴേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു കുഴി ഉണ്ടാവത്തില്ലേ? ഇതിങ്ങനെ താഴേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു കുഴി ഉണ്ടാവുന്നില്ലേ? അതിനെയാണ് നമ്മൾ ട്രെഞ്ചസ് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ട്രെഞ്ചസ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു ട്രെഞ്ചാണ്. ഇതിങ്ങനെ പൊങ്ങി വരുന്നത് മൗണ്ടൻ ആവും. ഇതൊരു ട്രെഞ്ചാണ്. ഈ ട്രെഞ്ചിനെ നമ്മൾ ഹെഡൽ സോൺ എന്ന് പറയും. പാതാളത്തിന്റെ ഇതാരാ? ലോർഡ് ഓഫ് അൺടോപ്പുകൾ അല്ലെങ്കിൽ ഹെയ്ഡീസ് എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഹെയ്ഡീസ് കേട്ടിട്ടില്ല? ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണുമായിരുന്നു, എന്നാലേ ഹെയ്ഡീസ് ഒക്കെ കേൾക്കത്തുള്ളൂ. ഹെയ്ഡീസ്, ഗോഡ് ഹെയ്ഡീസ്. ഗ്രീക്ക് മിത്തോളജിയിലെ ഗോഡാണ്. എന്നാ ഹെഡൽ സോൺ. ഓക്കെ, അപ്പൊ നമ്മൾ സൺലൈറ്റ് കണ്ടു. ആദ്യത്തെ ലിമിറ്റിംഗ് ഫാക്ടർ എന്താ കണ്ടേ? സൺലൈറ്റ്. രണ്ടാമത്തെ ലിമിറ്റിംഗ് ഫാക്ടർ ആണ് ഡിസോൾവ്ഡ് ഓക്സിജൻ. രണ്ടാമത്തെ ലിമിറ്റിംഗ് ഫാക്ടർ ആണ് ഡിസോൾവ്ഡ് ഓക്സിജൻ. നമ്മൾ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? Those factors which limit the growth of organisms can be called as limiting factors. ചില ഫാക്ടേഴ്സ് ഉണ്ട് which limits the productivity of an ecosystem അല്ലെങ്കിൽ limits the growth of an organism. അപ്പോൾ അത് നമ്മൾ അതിപ്പോൾ ഡെസേർട്ട് ബയോമിൽ എന്തായിരിക്കും ലിമിറ്റിംഗ് ഫാക്ടർ? വാട്ടർ ആയിരിക്കാം. ഡെസേർട്ട് ബയോമിലെ ലിമിറ്റിംഗ് ഫാക്ടർ വാട്ടർ ആയിരിക്കാം അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ അക്വാട്ടിക് സിസ്റ്റത്തിലെ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ എന്താ പഠിച്ചേ? സൺലൈറ്റ്. രണ്ടാമത്തെ ലിമിറ്റിംഗ് ഫാക്ടർ ആണ് ഡിസോൾവ്ഡ് ഓക്സിജൻ. അപ്പൊ ഓക്സിജൻ എങ്ങനെയാ വെള്ളത്തിലേക്ക് വരുന്നത്? ഓക്സിജൻ എങ്ങനെയാണ് വെള്ളത്തിലേക്ക് വരുന്നത്? ഇതൊരു അക്വാറ്റിക് എക്കോസിസ്റ്റം ആണെങ്കിൽ ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും ഇവിടെ സംഭവിക്കുന്നുണ്ടല്ലേ? ഈ ഫോട്ടോസിന്തസിസ് വഴി എന്താ റിലീസ് ചെയ്യുന്നത്? ദൈവമേ, ഫോട്ടോസിന്തസിസ് വഴി എന്ത് റിലീസാവും? ഓക്സിജൻ റിലീസാവും. അങ്ങനെ ഇവിടെ ഓക്സിജൻ വരുന്നുണ്ടല്ലേ? അത് മാത്രമല്ല ഈ എയർ വാട്ടർ ഇന്റർഫേസിൽ നിന്നും ഓക്സിജൻ ഡിസോൾവ് ആവാം. എയർ വാട്ടർ ഇന്റർഫേസ് ഈ അറ്റ്മോസ്ഫിയറിലുള്ള എത്ര പ്രപ്പോർഷൻ ആണോ ആ പ്രപ്പോർഷനിൽ തന്നെ ഇവിടെ ആ ഗ്യാസസ് വേണമെങ്കിൽ
അക്വാറ്റിക് ബോഡിയിലേക്കും വന്ന് അടിയൂടെ, ഡിസോൾവ് ആയിക്കൂടെ? അപ്പം എയർ വാട്ടർ ഇന്റർഫേസിലൂടെയും ഈ ഫോട്ടോസിന്തസിസ് വഴിയൊക്കെ ഓക്സിജൻ ഇങ്ങോട്ടേക്ക് എത്താം. ഇനി നിങ്ങൾ പറ, ഓക്സിജൻ എവിടെയായിരിക്കും കൂടുതൽ? അക്വാറ്റിക് എക്കോസിസ്റ്റത്തിലായിരിക്കുമോ അതോ അറ്റ്മോസ്ഫിയറിലായിരിക്കോ ഓക്സിജൻ കൂടുതൽ? എവിടെയാണ്? അറ്റ്മോസ്ഫിയർ. 150 ടൈംസ് കൂടുതലാണ്. എവിടെയാണ്? അറ്റ്മോസ്ഫിയറിൽ നമുക്ക് കാണാൻ കഴിയുന്നത് 150 ടൈംസ് കൂടുതലായിരിക്കും അറ്റ്മോസ്ഫിയറിലെ ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ അവൈലബിലിറ്റി എവിടെയാ കുറവ്? അക്വാറ്റിക് എക്കോസിസ്റ്റത്തിന് വളരെ കുറവല്ലേ? അപ്പൊ അതൊരു ലിമിറ്റിംഗ് ഫാക്ടർ ആയിട്ട് മാറിയില്ലേ അക്വാറ്റിക് എക്കോസിസ്റ്റത്തിൽ? ഡിസോൾവ്ഡ് ഓക്സിജൻ. ഇനി ഡിസോൾവ്ഡ് ഓക്സിജൻ നമുക്ക് എവിടെയായിരിക്കും കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത്? വാം വാട്ടറിലാണോ കോൾഡ് വാട്ടറിലാണോ ഡിസോൾവ്ഡ് ഓക്സിജൻ കൂടുതലായിട്ട്? നമ്മൾ പറഞ്ഞു ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റംസ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത് ഡിസോൾവ്ഡ് ഓക്സിജൻ വാം വാട്ടറിലായിരിക്കോ കോൾഡ് വാട്ടറിലായിരിക്കോ ഡിസോൾവ്ഡ് ഓക്സിജൻ? വാം വാട്ടറിലായിരിക്കും അല്ലേ? ഉറപ്പാണോ എല്ലാവർക്കും? നിങ്ങളെന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് ലോജിക്കലായിട്ട് ചിന്തിച്ചേ. നിങ്ങൾ എന്തോരം പെപ്സിയും 7up ഒക്കെ കുടിക്കുന്നു. ഇത് തണുത്തിരിക്കുമ്പോഴാണോ നിങ്ങൾക്ക് ഗ്യാസ് ഉള്ളത് അതോ നിങ്ങൾക്ക് അത് വാമായിട്ടിരിക്കുമ്പോഴാണോ അതിനകത്ത് ഗ്യാസ് ഉള്ളത്? എപ്പോഴാണ് അതിനകത്ത് ഗ്യാസ്? നമ്മൾ ഒരുപാട് എയറേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട്. പറ, അപ്പൊ അത് ചൂടാക്കുമ്പോഴാണോ അതിനകത്ത് നമുക്ക് ഗ്യാസ് ഉള്ളത് അതോ അത് തണുത്തിരിക്കുമ്പോഴാണോ അതിനകത്ത് ഗ്യാസ് ഉള്ളത്? തണുത്തിരിക്കുമ്പോഴല്ലേ? കോൾഡ് വാട്ടറിലാണ് ഗ്യാസ് ഡിസോൾവ് ആവുന്നത് ഏറ്റവും കൂടുതലായിട്ട്. കോൾഡ് വാട്ടർ അതല്ലേ ഇപ്പം പറഞ്ഞേ? അതെന്താ കാരണം എന്നറിയാം? വാട്ടർ മോളിക്യൂൾസ്, H2O മോളിക്യൂൾസ് ഇല്ലേ? H2O മോളിക്യൂൾസ്, ഇത് 2 മോളിക്യൂളാന്ന് വെച്ചോ. ഇങ്ങനെ മോളിക്യൂൾസ് ആണ്. ഇത് വാട്ടർ മോളിക്യൂൾസ് ആണ്. ഇത് വാട്ടർ മോളിക്യൂൾസ് ആണ്. ഇതിന്റെ ഇടയ്ക്ക് എന്താണ്? ഇത് ഇന്റർമോളിക്കുലർ സ്പേസ് ആണ്. ഈ 2 മോളിക്യൂളിന്റെ ഇടയ്ക്കുള്ള സ്പേസിനെ നമുക്ക് ഇന്റർമോളിക്കുലർ സ്പേസ് എന്ന് വിളിക്കാം. ഇവിടെയാണ് ഗ്യാസ് വന്ന് ട്രാപ്പ് ആവുന്നത്. O2 ഒക്കെ വന്ന് ട്രാപ്പ് ആവുന്നത്. O2 മാത്രമല്ല മറ്റെല്ലാ ഗ്യാസുകളും വന്ന് ട്രാപ്പ് ആവുന്നത് ഇന്റർമോളിക്കുലർ സ്പേസിലാണ്. ഇതിനെ നമ്മൾ ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതിനെ ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ ഈ മോളിക്യൂൾസിൽ എന്താ സംഭവിക്കും? മോളിക്യൂൾസ് ഇന്റർമോളിക്കുലർ സ്പേസ് കൂടത്തില്ലേ? ഈ മോളിക്യൂൾസ് ഇങ്ങനെ ആവത്തില്ലേ? ഇന്റർമോളിക്കുലർ സ്പേസ് കൂടത്തില്ലേ? ഇവിടെ എന്താ ഇപ്പൊ സംഭവിക്കുന്നത്? ഈ ട്രാപ്പായിരിക്കുന്ന ഗ്യാസ് ഇത് കൂടുമ്പം എസ്കേപ്പ് ആയി പോകും. ഇപ്പൊ പറയാം, ഈ നമ്മൾ ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് എക്സ്പാൻഡ് ചെയ്യും. വാട്ടർ മോളിക്യൂൾസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ ഇന്റർമോളിക്കുലർ സ്പേസ് കൂടും. അപ്പൊ ഇവിടെ ട്രാപ്പ് ആയിട്ടിരിക്കുന്ന ഗ്യാസ് എസ്കേപ്പ് ആയി പോകും. ഇനി ഇത് തണുപ്പിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇത് നേരെ തിരിയും. ഗ്യാസ് മോളിക്യൂൾസ് അടുത്തടുത്താവും. അപ്പൊ ഈ ഗ്യാസ് പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ ട്രാപ്പ് ആയി പോകും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ ആണോ? അത് ചൂടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഇന്റർമോളിക്കുലർ സ്പേസ് കൂടും, അവിടെ ഡിസോൾവ് ആയിട്ടിരിക്കുന്ന ഗ്യാസ് എസ്കേപ്പ് ആയി പോകും. പക്ഷെ ഇവിടെ തണുക്കുമ്പോൾ എന്താ? ഇന്റർമോളിക്കുലർ സ്പേസ് കുറയും. അപ്പൊ ഗ്യാസിനെ ഒന്നും കൂടെ ട്രാപ്പ് ചെയ്ത് പിടിച്ച് നിർത്തും. കോൾഡ് വാട്ടർ. അപ്പൊ നമുക്ക് ഡിസോൾവ്ഡ് ഓക്സിജൻ എവിടെയായിരിക്കും കൂടുതൽ കാണാൻ കഴിയുന്നത്? കോൾഡ് വാട്ടറിലാണ് നമുക്ക് ഡിസോൾവ്ഡ് ഓക്സിജൻ കൂടുതലായിട്ട് കാണുന്നത്. ഇൻ ഫ്രഷ് വാട്ടർ ആൻഡ് ദി ആവറേജ് കോൺസെൻട്രേഷൻ ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 10 parts per million. നമ്മൾ നേരത്തെ PPT കണ്ടു, ഇത് ppm ആണ്, പാർട്സ് പെർ മില്യൺ ബൈ വെയിറ്റ്. ഇത് 150 ടൈംസ് ലോവർ ദാൻ ദി ഓക്സിജൻ ഇൻ ഇക്വലന്റ് വോളിയം ഓഫ് എയർ. എന്ന് പറഞ്ഞാൽ 150 ടൈംസ് കുറവായിരിക്കും എവിടെ കാണുന്ന ഓക്സിജൻ? ഫ്രഷ് വാട്ടറിൽ അല്ലെങ്കിൽ അക്വാറ്റിക് എക്കോസിസ്റ്റത്തിൽ കാണുന്ന ഓക്സിജൻ അത്രത്തോളം കുറവായിരിക്കും. അതിനകത്ത് തന്നെ വാം വാട്ടറിലാണെങ്കിൽ പിന്നെയും ഓക്സിജൻ കുറവായിരിക്കും. നിങ്ങൾ ഇതുകൊണ്ടാണ് നമ്മൾ തെർമൽ ഷോക്ക്, നമ്മൾ പൊല്യൂഷൻ ഒക്കെ പഠിക്കുമ്പോൾ തെർമൽ ഷോക്ക് എന്നൊക്കെ പറയും. ഇപ്പൊ അല്ലെങ്കിൽ തന്നെ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് കൂടുമ്പോൾ ഇപ്പൊ കുറെ പ്രശ്നങ്ങളല്ല സംഭവിക്കുന്നത്. വെള്ളത്തിൽ ഒരു പ്രശ്നം സംഭവിക്കുന്നത് എന്നാൽ ഡിസോൾവ്ഡ് ഓക്സിജന്റെ കണ്ടന്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. നമ്മുടെ ഇപ്പം ഗ്ലോബൽ വാർമിംഗ് ഇസ് ഇൻഡ്യൂസിങ് മെനി ചേഞ്ചസ് ഇൻ അവർ അറ്റ്മോസ്ഫിയർ, റൈറ്റ്? അല്ലെങ്കിൽ നമ്മുടെ എക്കോസിസ്റ്റത്തിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നമ്മുടെ സീ വാട്ടർ ടെമ്പറേച്ചറും കൂടുന്നുണ്ട്. സീ വാട്ടർ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ പറ്റുന്നത്? സീ വാട്ടർ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡിസോൾവ്ഡ് ഓക്സിജന്റെ കണ്ടന്റ് കുറയും. അതുകൊണ്ടല്ലേ ഇവിടെ അക്വാറ്റിക് ഓർഗാനിസത്തിനെ അത് ബാധിക്കുന്നത്. ഓക്സിജൻ കണ്ടന്റ് വിൽ ബി ലെസ്. ഓക്കെ. അപ്പം when dissolved oxygen is less than 3 to 5 ppm aquatic organisms are likely to die. അതും കൂടെ ജസ്റ്റ് പഠിച്ചു വെച്ച ഒരു ഫാക്ട് ആണ്.
Maybe it can come as a sentence or a statement in your exam. അപ്പം ഡിസോൾഡ് ഓക്സിജൻ്റെ ലെവലിന് 3 to 5 ppm താഴെ പോയാൽ aquatic organisms are likely to die. ഡിസോൾഡ് ഓക്സിജൻ എന്ന് പറയുന്ന ലിമിറ്റിംഗ് ഫാക്ടർ അപ്പം മനസ്സിലായേ. ടെമ്പറേച്ചർ, സൺലൈറ്റ് കണ്ടു, ടെമ്പറേച്ചർ സെയിം തന്നെ നമ്മൾ ടെമ്പറേച്ചർ ഇപ്പം കണ്ടു കഴിഞ്ഞില്ലേ. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് മാത്രമല്ല, ടെമ്പറേച്ചറിന് വേറൊരു പ്രത്യേകതയുണ്ട്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഹാവ് യു സ്റ്റഡീഡ് അബൌട്ട് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടോ? എന്താ ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? അതെ, the amount of energy required to increase the temperature by 1 degree Celsius, അതിനെ നമ്മൾ സ്പെസിഫിക് ഹീറ്റ് എന്ന് നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നോക്കിയേ, നമ്മുടെ ഒരു അയണിന്റെ സ്പെസിഫിക് ഹീറ്റ് ആയിരിക്കുമോ അതോ വെള്ളത്തിന്റെ സ്പെസിഫിക് ഹീറ്റ് ആയിരിക്കുമോ കൂടുതൽ? നമ്മളൊരു ഇരുമ്പ് കഷ്ണം നമ്മൾ തീയിൽ വെച്ചിട്ട് ഒരു ചരുവത്തിൽ വെള്ളം നമ്മൾ വെച്ചു. ഇത് ആരാണ് ആദ്യം ഹോട്ട് ആവുന്നത്? അല്ലെങ്കിൽ വാട്ടർ ആയിരിക്കും ആദ്യം ബോയിൽ ആവുന്നത് അതോ ഈ വാട്ടറാണോ? നീ വീട്ടിൽ പോയിട്ടൊന്ന് ഒരു ചട്ടുകം പഠിപ്പിച്ചൊക്കെ നോക്ക് നീ. ഇതിനകത്ത് ആരായിരിക്കും ആദ്യം ചൂടാവുന്നേ? വെള്ളമായിരിക്കോ? വാട്ടർ ടേക്സ് ടൈം. അതിന്റെ ടെമ്പറേച്ചർ മാറണമെങ്കിൽ സമയം എടുക്കും. വാട്ടർ ബോയിൽ ചെയ്യാൻ സമയം എടുക്കും. അത്രത്തോളം സമയം ഈ ഒരു ഇരുമ്പ് കഷ്ണം പഴുക്കാൻ എടുക്കുമോ? അപ്പൊ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ഈസ് ഹയർ ദാൻ അയൺ. അങ്ങനെ നമുക്ക് പറഞ്ഞുകൂടെ? കാരണം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ബോയിൽ ദി വാട്ടർ ബൈ 1 degree Celsius ഈസ് ഹയർ ദാൻ വാട്ട് ഈസ് റിക്വയർഡ് ഫോർ ദിസ് അയൺ റോഡ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പം നമ്മളിവിടെ എന്താ പറഞ്ഞേ? അങ്ങനെ പെട്ടെന്നൊന്നും അക്വാറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കൂട്ടാൻ പറ്റില്ല. കുറേ സമയം എടുക്കും. കുറേ എനർജി റിക്വയർഡ് ആണ് വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കൂടണമെങ്കിൽ, അല്ലേ? അപ്പൊ ഈ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് എന്തെങ്കിലും കപ്പാസിറ്റി ഉണ്ടാവുമോ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അഡാപ്റ്റേഷൻ കപ്പാസിറ്റി ഉണ്ടാവുമോ ഈ ടെമ്പറേച്ചർ കൂടുവാണെങ്കിൽ? കാരണം വെള്ളം ഭയങ്കര ഗ്രാജുവൽ ആയിട്ട്, വെള്ളത്തിൽ അധികം അങ്ങനെ ടെമ്പറേച്ചർ വേരിയേഷൻസ് ഒന്നും ഉണ്ടാവത്തില്ല. വെള്ളം അതിന്റെ തനതായ ടെമ്പറേച്ചർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ കാത്തു സൂക്ഷിക്കും. അതിന്റെ തനതായ ടെമ്പറേച്ചർ, അല്ലേ? ഇപ്പൊ സപ്പോസ് പെട്ടെന്ന് ടെമ്പറേച്ചർ അവിടെ കൂടുവാണ്. ഇപ്പൊ നമ്മൾ തെർമൽ ഷോക്ക് എന്ന് ഞാൻ പറഞ്ഞില്ലേ? തെർമൽ ഷോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തെർമൽ പവർ പ്ലാന്റ്സിനൊക്കെ ഹീറ്റഡ് ആയിട്ടുള്ള വാട്ടർ ടെർബൈൻസ് ഒക്കെ കറങ്ങി വെള്ളം ഹീറ്റായിട്ട് സംഭവമുണ്ട്. ഹീറ്റ് വാട്ടർ എവിടെ ഇവർ ഒഴുക്കി വിടുന്നത്? ഈ വാട്ടർ ബോഡീസിലൊക്കെയാണ് തെർമൽ പവർ പ്ലാന്റ്സിന് ഡിസ്ചാർജ് ചെയ്യുന്നത്. ഈ വാട്ടർ ബോഡീസിൽ എന്താ പെട്ടെന്ന് സംഭവിക്കുന്നത്? എന്നിട്ട് ഇത് ചൂട് വെള്ളമാണ് വരുന്നത്. പെട്ടെന്ന് ഈ വാട്ടർ ബോഡീസിന്റെ ടെമ്പറേച്ചർ അവിടെ റൈസ് ചെയ്യും. ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പം ആ ചുറ്റുവട്ടത്തുള്ള ഓർഗാനിസത്തിന് എന്താ പറ്റുന്നത്? അത് ചത്തു. അതിന് പറയുന്നത് തെർമൽ ഷോക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വന്നത് ടെമ്പറേച്ചർ അത്ര പെട്ടെന്നൊന്നും നമുക്ക് കൂട്ടാൻ പറ്റില്ല. അത് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ അവിടെ ജീവിക്കുന്ന വാട്ട് അബൌട്ട് ദി അക്വാറ്റിക് ഓർഗാനിസംസ്? do they have the capacity to survive in the changing temperature? കാരണം അവരും ആ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലായിരിക്കത്തില്ലേ അക്വാറ്റിക് ഓർഗാനിസംസും ജീവിക്കുന്നത്. അവരും അത്രയും ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസിനൊന്നും അഡാപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ? കാരണം വെള്ളത്തിലും അത്രയും ഫ്ലക്ച്വേഷൻസ് ഒന്നും കാണില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്, അല്ലേ? കാരണം എന്താ? സ്പെസിഫിക് ഹീറ്റ് എന്താണ്? കപ്പാസിറ്റി എന്താണ്? വെള്ളത്തിന്റെ കൂടുതലാണ്. അതുകൊണ്ട് അധികം ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസ് ഒന്നും വെള്ളത്തിൽ കാണാൻ പറ്റത്തില്ല. ഇറ്റ് മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ഓൺ ടെമ്പറേച്ചർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഓക്കെ, എന്താണ് സംഭവിക്കുന്നത്? അക്വാറ്റിക് ഓർഗാനിസം ഡസന്റ് ഹാവ് ദി കപ്പാസിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ദി ചേഞ്ചിങ് ടെമ്പറേച്ചർ. അതുകൊണ്ട് പെട്ടെന്ന് അവിടെ എന്തെങ്കിലും ടെമ്പറേച്ചർ ഇൻക്രീസ് ആയി പോയാൽ അക്വാറ്റിക് ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് ചത്തുപോകും. അതുകൊണ്ടാണ് ഈ തെർമൽ ഷോക്ക് എന്നൊക്കെ ആ ഒരു തെർമൽ പൊല്യൂഷന്റെ സമയത്ത് കുറെ മീനുകളൊക്കെ ചത്തു പൊങ്ങുന്നത്. ഇതാണ് കാരണം. ആ ഒരു ചേഞ്ചിങ് ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. മാമൽസിന്റെ കേസ് അങ്ങനെയാണോ? വി ഹാവ് ഇവോൾവ്ഡ്. നമ്മൾ പല ടെമ്പറേച്ചർ സോൺസിലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും, അല്ലെ? വി ഹാവ് ഇവോൾവ്ഡ്. ഓക്കെ, ഈ സമയത്താണ് നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് ഓർഗാനിസത്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും.
ഇനി ഈ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൽ ഉള്ള ത്രെറ്റ്സ് എന്തൊക്കെയാണ്? ഇപ്പം ആദ്യത്തെ ത്രെറ്റ് ആണ്. ത്രെറ്റ് എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ ത്രെറ്റ്? നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറയുക. ഇപ്പം വാട്ട്സ് യുവർ നെയിം? മിഥുന. ഓക്കെ, മിഥുന ഇസ് കോളിംഗ് രാജീവ്. ഇപ്പൊ രാജീവിനെ വിളിച്ചുകൊണ്ടിരിക്കുവാണ്. ഇപ്പൊ ഞാൻ കയറി ഇന്റർഫിയർ ചെയ്യുവാണ് നിങ്ങളുടെ കോൺവെർസേഷൻ, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കോൺവെർസേഷനിൽ ഐ എം ഹിയറിംഗ് യുവർ കോൺവെർസേഷൻ. അത് ത്രെറ്റ് ആണോ? യെസ്. വൈ ഇറ്റ് ഇസ് എ ത്രെറ്റ്? പ്രൈവസി വയലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ ത്രെറ്റ് ടു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, ആ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിനെ ഏതൊരു പേഴ്സൺ, ഇൻഡിവിജ്വൽ ആവാം, അല്ലെങ്കിൽ ഏതൊരു ചിലപ്പോൾ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കാം, അത് ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ ത്രെറ്റ്. ബിക്കോസ് എന്താണ്? ഇറ്റ് ഇന്റർഫിയേഴ്സ് വിത്ത് ദാറ്റ് കോൺവെർസേഷൻ ബിറ്റ്വീൻ ദാറ്റ് ടു പീപ്പിൾ. ഓക്കെ, അപ്പം ആദ്യത്തെയാണ് വൈറസസ് ആൻഡ് വേംസ്. ഓക്കെ, വൈറസ് എന്താണ്? ഇപ്പൊ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ വൈറസ് എന്ന് പറയുമ്പം എല്ലാം ത്രെഡ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ പ്രോഗ്രാം. ഓക്കെ, അപ്പൊ നമ്മൾ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഒക്കെ കാണുന്നുണ്ട്, പക്ഷെ എത്ര പേര് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്? ദാറ്റ് ബിക്കംസ് എ ക്വസ്റ്റ്യൻ. അപ്പൊ വൈറസ് എന്ന് പറയുമ്പം ഇറ്റ്സ് ഒരു ടൈനി പ്രോഗ്രാം. അതെന്താണ്? ഈ വൈറസിന്റെ ഒരു ചാലഞ്ച് എന്ന് പറയുമ്പം ഇറ്റ് ക്യാൻ മേക്ക് കോപ്പീസ് ഓഫ് ഇറ്റ് സെൽഫ്. ഇപ്പം നിങ്ങളുടെ ഒരു ഫയൽ, ഇപ്പം ഒരു വേർഡ് ഫയൽ, ആ വേർഡ് ഫയലിന്റെ കോപ്പീസ് ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പം യു മെയ്ഡ് എ വേർഡ് ഫയൽ, ചിലപ്പം ഇറ്റ് കുഡ് ബി ഓൺ ഇന്റേണൽ സെക്യൂരിറ്റി. ഇപ്പോൾ ഒരു വൈറസ് വന്നു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ വേർഡ് ഫയലിന്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കാം. മൾട്ടിപ്പിൾ കോപ്പീസ്. ഇപ്പം നമ്മൾ ഇപ്പോൾ വൈറസ്, ഇപ്പോൾ കോവിഡ് വൈറസ് പറയുന്നില്ലേ, ഇപ്പോൾ വൈറസ് ക്യാൻ ആക്ച്വലി ഡ്യൂപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ്. ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇറ്റ് ജസ്റ്റ് നീഡ്സ് എ മീഡിയം, ഒരു ബോഡി മതി. ഓക്കെ, അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടർ ആണ് എന്ത്? മീഡിയം. കമ്പ്യൂട്ടർ ഇസ് ദ മീഡിയം. അപ്പം കമ്പ്യൂട്ടർ മീഡിയം ആകുമ്പോൾ അത് കയറുമ്പം ഇറ്റ് ക്യാൻ ഡ്യൂപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ്. എന്നിട്ട് ഈ കോപ്പി, ആ പെർട്ടിക്കുലർ കോപ്പി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം ഇറ്റ് ക്യാൻ സ്പ്രെഡ് ടു അതർ ഫയൽസ്. ഓക്കെ, ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ? ബിക്കോസ് ഇത് പലപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ത്രെറ്റ്സ് ടു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. അപ്പം നമ്മൾ ആ കോൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ വൈറസ് എന്ന് പറയുമ്പം നിങ്ങൾക്കൊന്നും ഓർമ്മ വന്നില്ലെങ്കിൽ COVID-19 വൈറസ് ഓർത്താൽ മതി. ആ വൈറസ് ഇറ്റ് നീഡ്സ് എ മീഡിയം. ഇവിടെ മീഡിയം എന്താണ്? കമ്പ്യൂട്ടർ ആണ്. അപ്പോൾ കമ്പ്യൂട്ടർ ഒരു മീഡിയം ഉപയോഗിച്ചിട്ട് ഇറ്റ് ക്യാൻ ഡ്യൂപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ്. അപ്പം നമ്മൾ ആ കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ എഴുതാൻ നോക്കുക. ഈ PPT ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ എഴുതാൻ നോക്കുക. കമ്പ്യൂട്ടറിൽ കയറി ഒരു ഫയൽ എടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാ ഫയൽസിൽ സ്പ്രെഡ് ചെയ്തു. COVID-19 വൈറസ് അങ്ങനെ തന്നെയാണ്. നമ്മുടെ ബോഡിയിൽ കയറി എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരിലൊക്കെ സ്പ്രെഡ് ആവുന്നു. ദാറ്റ് ഇസ് ദ സെയിം തിങ് വൈറസ്. പക്ഷേ ഇറ്റ് നീഡ്സ് എ മീഡിയം. ഇറ്റ് ഈസ് ബീങ് അറ്റാച്ച്ഡ് ടു വൺ പെർട്ടിക്കുലർ ഫയൽ. അത് വേർഡ് ഫയൽ ആവാം, PPT ആവാം, നിങ്ങളുടെ ഏത് ഫയലായാലും അത് ഇങ്ങനെ ഒട്ടി തന്നെ നിൽക്കും. ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദാറ്റ് പെർട്ടിക്കുലർ ഫയൽ ആൻഡ് ഇറ്റ് സ്പ്രെഡ്സ് ടു അതർ ഫയൽസ്. വേംസ് എന്ന് പറയുമ്പം വൈറസിന്റെ കൂട്ട് തന്നെയാണ്, പക്ഷേ ഇറ്റ് ഡസൻറ്റ് നീഡ് ടു അറ്റാച്ച് ഇറ്റ് സെൽഫ് ടു എ പെർട്ടിക്കുലർ ഫയൽ. ഒരു പെർട്ടിക്കുലർ ഫയലിൽ ഇല്ലാതെ തന്നെ ആ പെർട്ടിക്കുലർ പ്രോഗ്രാം എന്തായാലും ഇറ്റ്സ് എ ബാഡ് പ്രോഗ്രാം. ഇറ്റ് സ്പ്രെഡ്സ് ടു അതർ ഫയൽസ്. ഇപ്പോൾ വൈറസും വേം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ വൈറസ് ഇറ്റ് നീഡ്സ് എ ഫയൽ ടു ബി അറ്റാച്ച്ഡ്. വേമിന് ഇറ്റ് ഡസൻറ്റ് നീഡ് എ ഫയൽ ടു ബി അറ്റാച്ച്ഡ്. പക്ഷെ ബോത്ത് ക്യാൻ സ്പ്രെഡ് ഫ്രം വൺ പെർട്ടിക്കുലർ ഫയൽ ടു അനദർ ഫയൽ. ഓക്കെ, ഇപ്പോൾ വൈറസ്, കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുമ്പോൾ COVID-19 വൈറസ് ഓർത്താൽ മതി. ഇറ്റ് നീഡ്സ് എ മീഡിയം. ഹിയർ ദ മീഡിയം ഇസ് കമ്പ്യൂട്ടർ. ഓക്കെ, എന്നിട്ട് ഈ വൈറസ് എന്താണ്? കമ്പ്യൂട്ടറിൽ കയറി ഒരു പെർട്ടിക്കുലർ ഫയലിനെ ടാർഗറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ യു മെയ്ഡ് എ വേർഡ് ഫയൽ. ആ വേർഡ് ഫയലിനെ ടാർഗറ്റ് ചെയ്തതിന് ശേഷം അത് എന്താണ്? കോപ്പി ഉണ്ടാക്കും. ആ വേർഡ് ഫയലിന്റെ കോപ്പി ഉണ്ടാക്കും. കോപ്പി ഉണ്ടാക്കിയിട്ട് ഇറ്റ് സ്പ്രെഡ് ടു അതർ ഫയൽസ്. ഓക്കെ, ഞാൻ അത് ചോദിക്കാം. ലാസ്റ്റിലിരിക്കുന്ന കണ്ണാടി ഉറങ്ങുവാണോ? ഒന്ന് പറയാമോ? വാട്ട് ഈസ് വൈറസ്? വൈറസ് ഒരു പ്രോഗ്രാം ആണ്. അപ്പം അത് എന്തായാലും എന്ത് ടൈപ്പ് ഓഫ് ത്രെറ്റ് ആയാലും ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എ പ്രോഗ്രാം. പ്രോഗ്രാം എന്തുകൊണ്ടാണ് പറയുന്നത്? ബിക്കോസ് ദേ ആർ ആസ്ക്ഡ് ടു ഡു ദാറ്റ്. ആ ഒരു പെർട്ടിക്കുലർ തിങ് അവർ പെർഫോം ചെയ്യണം. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഇസ് നോൺ ആസ് എ പ്രോഗ്രാം. നമ്മൾ എന്തിനാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്ന് വിളിക്കുന്നത്? ബിക്കോസ് കമ്പ്യൂട്ടർ ഇസ് എന്താണ്? ആസ്ക്ഡ് ടു പെർഫോം എ പെർട്ടിക്കുലർ തിങ്.
ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് നോൺ ആസ് എ പ്രോഗ്രാം. ഈ പറയുന്ന എല്ലാം പ്രോഗ്രാംസ് ആണ്. അവന്റെ പ്രോഗ്രാം ആണ് എന്ത്? ഇറ്റ് കുഡ് ബി എ മാൽ ഫങ്ഷൻ, എ ബാഡ് തിങ്. ദേ ആർ ഡിസൈൻ ടു ഡു സംതിങ് ബാഡ്. അപ്പൊ എന്ത് വൈറസ്, എന്ത് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സൈബർ ത്രെറ്റ് ആയാലും യൂസ് ദ വേർഡ് പ്രോഗ്രാം. അതൊരു പ്രോഗ്രാം ആണ്. ഓക്കെ, ഇറ്റ്സ് എ പ്രോഗ്രാം. എന്താണ് ദാറ്റ്? എന്താണ് മേക്സ് എ കോപ്പീസ് ഓഫ് എ പെർട്ടിക്കുലർ ഫയൽ ആൻഡ് സ്പ്രെഡ് ടു അതർ ഫയൽസ്. അപ്പൊ ഇങ്ങനെ സ്പ്രെഡ് ആകുമ്പം നമ്മുടെ ഫയൽസിനെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യത്തില്ലേ? അല്ലേ, നമ്മുടെ ഫയൽസിനെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പൊ ബേസിക്കലി എന്താണ്, അതുകൊണ്ടാണ് എപ്പോഴും പോപ്പപ്പ് ചെയ്ത് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ വരുന്നത്. അപ്പൊ നമ്മൾ പക്ഷെ എത്ര പേര് അത് വൈറസ് ഇത് ചെയ്യാറുണ്ട്? എത്ര പേര്? ഓക്കെ, അപ്പൊ വെരി ഫ്യൂ പീപ്പിൾ എന്താണ് ഇതിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ട് ദേ ആക്ച്വലി ഡൗൺലോഡ് ദിസ് സോഫ്റ്റ്വെയർ ബിക്കോസ് വി ആർ ടു റിലക്റ്റന്റ് ടു സ്പെൻഡ് മണി. അല്ലേ, വി ആർ ടു റിലക്റ്റന്റ് ടു സ്പെൻഡ് മണി. ഇപ്പം ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ there are so many million users, പക്ഷേ യൂസേഴ്സ് ഒന്നും എന്താണ്, they are not aware of the fact what this virus can do to that particular computer. അപ്പോൾ കമ്പ്യൂട്ടറിൽ വൈറസ് കയറി കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഫയൽസ് മൊത്തത്തിൽ ഡിസ്ട്രോയിഡ് ആണ്. ഓക്കെ, വേം എന്താണെന്ന് അറിയാലോ? അപ്പം ഞാൻ ഒരാളുടെ അടുത്ത് റാൻഡം ചോദിച്ചാൽ പറയാൻ പറ്റുമോ? ഒന്ന് പറയാമോ ഡിഫറൻസ് എന്താണ് വൈറസും വേം തമ്മിൽ? വേറൊരു ഫയൽ ആവശ്യമുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? വൈറസ് എങ്ങനെ കയറുന്നതെന്ന് വെച്ചാൽ ബേസിക്കലി ഇപ്പം നമുക്ക് ലിങ്ക്സ് ഇല്ലേ, ഇപ്പം നമ്മൾ വേണ്ടാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള ലിങ്ക്സിൽ ക്ലിക്ക് ചെയ്യുമ്പം വൈറസ് കയറാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന അൺവാണ്ടഡ് ലിങ്ക്സിലൊന്നും കഴിവതും നിങ്ങൾ ക്ലിക്ക് ചെയ്യരുത്. ബിക്കോസ് ഒരു ഹാംഫുൾ തിങ് വരാൻ എളുപ്പമാണ്. ഓക്കെ, ഗുഡ് തിങ് വരുന്നതിനേക്കാളും ഹാം തിങ് പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അൺവാണ്ടഡ് ലിങ്ക്സ്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ മൊബൈലിൽ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ദിസ് വെബ്സൈറ്റ് ഇസ് പറയത്തില്ലേ എന്തോ ഹാംഫുൾ ആണ്, എന്നിട്ടും നമ്മുടെ കൺസെൻറ്റ് ചോദിച്ചിട്ടാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. അല്ലേ, പല വെബ്സൈറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ മൊബൈൽ ഫോൺസ് ആയാലും നമ്മുടെ ടാബ് ആയാലും കമ്പ്യൂട്ടർ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് ദിസ് ഇസ് ഹാംഫുൾ. പക്ഷെ എന്നാലും നമ്മൾ അത് ക്ലിക്ക് ചെയ്യുമ്പം യു ആർ ഗിവിങ് സ്പേസ് ഫോർ ദ വൈറസ് ടു ഗ്രോ. ഓക്കെ, അൺവാണ്ടഡ് ലിങ്ക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഇനി അടുത്തതാണ് ട്രോജൻ ഹോഴ്സ്. ഓക്കെ, അത് വായിക്കാവോ? ഓക്കെ, വായിക്കാവോ? ട്രോജൻ ഹോഴ്സ്. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? എഗൈൻ ഒരു കൈൻഡ് ഓഫ് എ പ്രോഗ്രാം ആണ്. ആ പ്രോഗ്രാം കാണുമ്പം നമ്മൾ വിചാരിക്കും ഓക്കെ ദർ ഇസ് സംതിങ് ഫൺ അബൌട്ട് ഇറ്റ്. ഓക്കെ, അപ്പൊ ബേസിക്കലി ട്രോജൻ ഹോഴ്സ് എന്ന് പറയുമ്പം ഡോണ്ട് ലുക്ക് അറ്റ് ദ മീനിങ്. അത് ട്രോജൻ എന്തായാലും ഇറ്റ്സ് റിലേറ്റഡ് ടു സൈബർ. ഇത് അപ്പം ഇറ്റ്സ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം. അതിനകത്ത് ബേസിക്കലി നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പം ഒരു ബാഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുവാണ്. ഓക്കെ, യു മൈറ്റ് നോട്ട് നോ ഇറ്റ്. ഓക്കെ, ഹാംഫുൾ ആയിട്ടുള്ള കോഡ് ഹിഡൻ ഇൻസൈഡ് ഇറ്റ്. ഇറ്റ് ലുക്സ് ഫൺ അല്ലെങ്കിൽ ഇറ്റ് ലുക്സ് ഒത്തൻറ്റിക്. ഇപ്പം നമ്മൾ എന്താണ് ഇത് അറിയണ്ട, ബട്ട് ദർ ഇസ് എ ടേം കോൾ ഇനിയുണ്ടോ. ഇപ്പൊ ലോയിൽ നമ്മൾ പഠിക്കുന്ന ഒരു ടേം ആണ് ഇനിയുണ്ടോ. ഇനിയുണ്ടോട് ഒരു ഇതെന്ന് വെച്ചാൽ ലൈക്ക് യു നോ ഫോർ എക്സാമ്പിൾ ഐ എം സെയിങ് ദാറ്റ് ഷീ ഈസ് പ്രഗ്നന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാൻ നോക്കും ഓക്കെ ഫൈൻ ഇറ്റ്സ് എ ഗുഡ് ന്യൂസ്, ബട്ട് ഷീ ഹാസ് ഇപ്പം നമ്മൾ ഈ ഹരിതയല്ലേ, ഹരിത, അപ്പൊ ഹരിത ഈസ് പ്രഗ്നന്റ്. ഇപ്പം നമ്മൾ നോക്കാൻ നിൽക്കുക ഇറ്റ്സ് എ ഗുഡ് ന്യൂസ് അല്ലേ. അത് ഒരു പെട്ടെന്ന് ഫസ്റ്റിൽ നോക്കാൻ നിൽക്കുക ഇറ്റ് ലുക്സ് ലൈക്ക് എ ഗുഡ് ന്യൂസ്. പക്ഷെ പിന്നീട് ഹരിതയെ പറ്റിയിട്ട് അറിയുമ്പം ഷീ ഹാഡ് ഓൺലി മാരിഡ് ലൈക്ക് യു നോ 1 week ബാക്ക്. അങ്ങനെ പറയുമ്പം ഇറ്റ് ഈസ് ആക്ച്വലി എന്താണ് ഹാമിങ് ഹെർ റെപ്യൂട്ടേഷൻ അല്ലേ. അപ്പം ഇറ്റ് ലുക്സ് ലൈക്ക് ഓക്കെ കുഴപ്പമില്ല, ആ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം കണ്ടിട്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പം എന്താണ് സംതിങ് ഹാംഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ നമ്മുടെ അകത്ത് കയറുവാണ്. അതാണ് ട്രോജൻ ഹോഴ്സ്. ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ ഇത് കഴിഞ്ഞിട്ട് ചോദിക്കും, അപ്പം യു ഷുഡ് ബി വെരി ക്ലിയർ. ഓക്കെ, അടുത്തതാണ് സ്പാം. സ്പാം പിന്നെ എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മുടെ ഇമെയിൽസിൽ സ്പാം വരാറുണ്ട് അല്ലേ. അൺവാണ്ടഡ് ആയിട്ടുള്ള ഇമെയിൽസ് ഓർ മെസ്സേജസ് ദാറ്റ് പീപ്പിൾ സെൻഡ് ടു മെനി അതേഴ്സ്. ഇപ്പം ഇമെയിൽസ് വരുന്നതിന് എന്തോ കുഴപ്പം, നമ്മളത് ക്ലിക്ക് ചെയ്യാതിരുന്നാൽ പോരെ. സ്പാം വരുമ്പം പറഞ്ഞു, സ്പാം വരുമ്പം നമ്മൾ കുറേ ഇമെയിൽസ് നമ്മുടെ ജിമെയിലോട്ട് വരുന്നു, അത് ക്ലിക്ക് ചെയ്യാതിരുന്നാൽ പോരെ. വൈ ഇറ്റ് ഇസ് ആക്ച്വലി എ ത്രെറ്റ് ടു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്.
പറഞ്ഞോ പേര്. ആ ബ്ലാക്ക് ടീഷർട്ട്. ഓക്കെ, ജങ്ക് ഫയൽസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ജങ്ക് ഫയൽസ് ക്ലിക്ക് ചെയ്യാതിരുന്നാ പോരെ. പിന്നെ വൈ ഇറ്റ് ഇസ് എന്താണ്, എന്തുകൊണ്ടാണ് ത്രെറ്റ് ആവുന്നത്? ഓക്കെ, പിന്നെയും പിന്നെയും വന്നാലും അത് ക്ലിക്ക് ചെയ്യാതിരുന്നാ പോരെ. ഓക്കെ, എന്നാലും ഇപ്പൊ എന്ത് കാര്യമായാലും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴല്ലേ പ്രശ്നം വരുന്നത്. ക്ലിക്ക് ചെയ്യാതിരുന്നാ പോരെ. ഇപ്പൊ സ്പാം എന്ന് പറയുമ്പം നമുക്കറിയാം. ഓക്കെ, സിസ്റ്റത്തിന് സ്റ്റോറേജ് സ്പേസ് എന്തായാലും കുറയ്ക്കും. പിന്നീട് അതിൻ്റെ മെയിൻ ഒരു ഇതെന്ന് വെച്ചാൽ സ്പാം വരുമ്പം ഇമ്പോർട്ടൻറ്റ് മെയിൽസ് ഒന്നും കാണാൻ പറ്റില്ല അല്ലേ. ഇറ്റ് വിൽ ബി ഫ്ലഡഡ്. അതാണ് അതിൻ്റെ മെയിൻ തിങ്. നമ്മൾ ക്ലിക്ക് ചെയ്യാതിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ യു വിൽ നോട്ട് ബി ഏബിൾ ടു ആക്സസ് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൽസ്. അതാണ്. അതെ അതെ, ഫോൺ സ്പ്ലിറ്റ് ചെയ്യും. പക്ഷെ എന്നാലും നമ്മുടെ ഓൾ മെയിൽ എടുക്കുമ്പം സ്പാം വരാറുണ്ട്. അപ്പം സ്പാം വരുന്ന മെയിൻ റീസൺ നമ്മൾ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്സിലൊക്കെ ക്ലിക്ക് ചെയ്യുമ്പം എന്താണ്, ദേ തിങ്ക് ദാറ്റ് യു നീഡ് ടു റിസീവ്, അല്ലെങ്കിൽ പറയത്തില്ല അലൗ നോട്ടിഫിക്കേഷൻസ്. നമ്മൾ വിചാരിക്കും ഒരു പെർട്ടിക്കുലർ വെബ്സൈറ്റിൽ നിന്ന് അലൗ നോട്ടിഫിക്കേഷൻസ് ഇറ്റ്സ് ഫൈൻ, പക്ഷേ അലൗ നോട്ടിഫിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ജിമെയിലിൽ ഇങ്ങനെ ഇത് ഫ്ലഡഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പം നാളെ കാലത്ത് ഒരു പ്രൈമറി ഇമ്പോർട്ടൻറ്റ് മെയിൽസ് ഒന്നും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് സ്പാമിൻ്റെ മെയിൻ ഒരു ഡിഫക്റ്റ്. ഓക്കെ, ഇനി അടുത്തത് ഫിഷിംഗ്. ഫിഷിംഗ് ആണ് ആക്ച്വലി ഏറ്റവും കൂടുതൽ നടക്കുന്നത് അല്ലേ. ഫിഷിംഗ് വായിക്കാവോ? ഓക്കെ, അപ്പൊ ഈ ഫിഷിംഗ് എന്ന് പറയുമ്പം ഇറ്റ് ലുക്സ് ഒത്തന്റിക്. ഓക്കെ, എന്ന് വെച്ചാൽ ഓക്കെ ഹായ്, നമ്മളെ അറിയുന്ന രീതിയിലായിരിക്കും അവർ സംസാരിക്കുന്നത്. അപ്പം ഈ ഫിഷിങ്ങിൻ്റെ ഒരു ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതർ സൈബർ ത്രെറ്റ്സ് ബിക്കോസ് ദേ നോ സംതിങ് അബൌട്ട് അസ്. ഒരു എന്തെങ്കിലും ഒരു ക്ലൂ നമ്മളെ പറ്റിയിട്ട് അറിഞ്ഞുകൊണ്ടായിരിക്കും അവർ സംസാരിക്കുന്ന രീതിയിൽ നമ്മൾ ആക്ച്വലി വിശ്വസിക്കുന്നത്. വി ടെൻഡ് ടു ബിലീവ് ദം ബിക്കോസ് വി തിങ്ക് ദാറ്റ് ദേ ആർ ഒത്തന്റിക് ബിക്കോസ് ദേ നോ സംതിങ് അബൌട്ട് അസ്. അതാണ് ഫിഷിംഗ്. ഇപ്പം നമ്മൾ മിക്ക ന്യൂസിൽ കാണുന്നില്ലേ, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസും ഇത്രയും പൈസ കൊടുക്കുന്നു ബിക്കോസ് ദേ വുഡ് ഫീൽ, ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ടിനെ പറ്റിയിട്ട് അറിയുമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസിനെ പറ്റിയിട്ട് അറിയുമായിരിക്കും, നമ്മുടെ ഫാദർ മദർ. ഓക്കെ, അങ്ങനെ ഡീറ്റെയിൽസ് അറിയുമ്പോൾ എടാ ഒരു അത്യാവശ്യ കാര്യമുണ്ട് ഞാൻ ഇതാന്ന് പറയുമ്പം വി തിങ്ക് ദാറ്റ് ഇറ്റ്സ് ഒത്തന്റിക് ആയിട്ട് തോന്നും. അപ്പോൾ ദേ സെൻഡ് ഫേക്ക് മെസ്സേജസ്, ദേ ഗിവ് യു ഫേക്ക് കോൾസ്. എന്താണ്, ഗിവിങ് യു എ ജെന്യുവൻ എക്സ്പ്രഷൻ ദാറ്റ് ദേ ആർ ആക്ച്വലി ജെന്യുവൻ. അവരൊരു പെർട്ടിക്കുലർ ബാങ്കിൽ നിന്നായിരിക്കും വിളിക്കുന്നത്, നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് അറിയുമായിരിക്കും, എന്തെങ്കിലും ഒരു പേഴ്സണൽ ഇൻഫർമേഷൻ അവർക്ക് എന്തെങ്കിലും അറിഞ്ഞിട്ടായിരിക്കും ദേ ആർ ആക്ച്വലി ട്രൈങ് ടു കോൾ യു. അതാണ് ഫിഷിംഗ്. എനി ഡൗട്ട് വിത്ത് റെസ്പെക്ട് ടു ഫിഷിംഗ്? ക്ലിയർ ആണോ എല്ലാവർക്കും? അല്ല, സ്പാം എന്ന് പറയുമ്പം ജങ്ക് മെയിലാ. ഫിഷിംഗ് എന്ന് പറയുമ്പം ബേസിക്കലി ഒരാൾ വിളിക്കുവാണ്, ഒരാൾ മെസ്സേജ് അയക്കുവാണ്, ഹലോ മെറിലിൻ, അങ്ങനെ മെസ്സേജ് അയക്കുവാണ്. അപ്പോൾ വി തിങ്ക് ദാറ്റ് ദേ നോ സംതിങ് അബൌട്ട് അസ്. ആ ഒരു മെസ്സേജ് കണ്ട ഇറ്റ് ലുക്സ് വെരി ജെന്യുവൻ. അങ്ങനെ അതുകൊണ്ടാണ് മിക്ക ആൾക്കാർക്കും പൈസ പോകുന്നത്. യു ആർ പ്രിറ്റൻഡിങ് ടു ബി സമ്മൺ ജെന്യുവൻ. അതാണ് ഫിഷിംഗിനകത്ത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് റാൻസം വെയർ. റാൻസം എന്താണ്? നമ്മളിപ്പം തട്ടിക്കൊണ്ട് പോകത്തില്ലേ, ഇപ്പം നമ്മൾ ഒരു റാൻസം എമൗണ്ട് ചോദിക്കത്തില്ലേ, ഇപ്പം റാൻസം എന്താണ്? തട്ടിക്കൊണ്ട് പോകുമ്പം എന്താണ് ആ കിഡ്നാപ്പർ ചോദിക്കും, ഗിവ് മി എ റാൻസം. യെസ്, അത് ബേസിക്കലി എന്താണ്, ഒരു പേയ്മെന്റ് ആണ്. അപ്പം റാൻസം വെയർ എന്ന് പറയുമ്പം ഓക്കെ വായിച്ചോ. ഓക്കെ, അപ്പം ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ ഫയൽസിനെ എല്ലാം ലോക്ക് ചെയ്യും. ഓക്കെ, ഫയൽസിനെ ഇത് ലോക്ക് ചെയ്തതിന് ശേഷം അൺലോക്ക് ചെയ്യണമെങ്കിൽ യു ഗിവ് മീ സം എമൗണ്ട്. ഇതാണ് അവർ പറയുന്നത്. ഓക്കെ, അൺലോക്ക് ചെയ്യണമെങ്കിൽ യു ഗിവ് മീ സം എമൗണ്ട്, എന്നാലേ നമുക്ക് ഫയൽസ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ റാൻസം വെയർ അത്രയേ ഉള്ളൂ. ഓക്കെ, ലാസ്റ്റ് ആണ് വെയിലിംഗ്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് റാൻഡം ആയിട്ട് ചോദിക്കാം ബിക്കോസ് ഐ ജസ്റ്റ് വോണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് ഈ ടേംസ് ഒക്കെ അറിയുന്നുണ്ടോന്ന്. വെയിലിംഗ് എന്താണ്? വെയിൽ എന്താണ്? വെയില് ഇറ്റ്സ് എ ബിഗ് ഒരു ആനിമൽ ആണ് അല്ലെ വെയില്. അപ്പൊ ഇതിനകത്തും
It's a type of cyber attack where people try to trick important or high ranking people in a company or organization. അപ്പോൾ നമ്മൾ ആ എന്തെങ്കിലും കണക്റ്റിംഗ് ലിങ്ക് വെച്ച് നിങ്ങൾ ഓർക്കാൻ നോക്കുക. വെയിലിംഗ് എന്ന് പറയുമ്പം ബിഗ് ആണ്. അപ്പം ഇതെന്താണ്, ബിഗ് പീപ്പിളിനെ മാത്രമാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ആരാണോ അറ്റാക്ക് ചെയ്യുന്നത്, ദേ വുഡ് പ്രിറ്റൻഡ് ദാറ്റ് യു നോ ദേ ആർ യുവർ ഫ്രണ്ട്സ്, വലിയ വലിയ ബിസിനസ് ഓർഗനൈസേഷൻസിൽ നിന്നാണ് വിളിക്കുന്നത്. സോ എന്താണ്, അവർ പൈസ ഡിമാൻഡ് ചെയ്യും. പൈസ മാത്രമല്ല, ഇറ്റ് കുഡ് ബി എന്താണ്, സെൻസിറ്റീവ് ഇൻഫർമേഷൻ ആസ് വെൽ. ഇപ്പൊ വലിയ വലിയ ആൾക്കാരുടെ കയ്യിൽ നിന്ന് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എടുക്കുമ്പം എന്താണ്, ഇൻസൈഡർ ഇൻഫർമേഷൻ കേട്ടിട്ടുണ്ടോ? ഇൻസൈഡർ ഇൻഫർമേഷൻ നമ്മൾ സ്റ്റോക്കിൽ ഉപയോഗിക്കുന്ന ടേം ആണ്. അവിടെ ബേസിക്കലി there would be a person inside that company and he would know okay ഈ കമ്പനിയുടെ സ്റ്റോക്സ് എങ്ങനെയാണ് പോകുന്നത്. എന്നിട്ട് പുള്ളിക്കാരനാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരോട് പറയും യെസ് സ്റ്റോക്ക് കയറാൻ നല്ല ചാൻസ് ഉണ്ടെന്ന് പറയും. അപ്പോൾ ഹീ ഈസ് എൻ ഇൻസൈഡർ. അപ്പം ഇവിടെ എന്താണ്, ഇഫ് യു ആർ ആക്ച്വലി ടേക്കിംഗ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഫ്രം എ പെർട്ടിക്കുലർ കമ്പനി, ഒരു ഇൻസൈഡറിനും ആവാം. ഒരു പെർട്ടിക്കുലർ കമ്പനി ടാർഗറ്റ് ചെയ്തിട്ട് ഒരു ഇൻസൈഡറിന് എന്താണ് ഒരു സെൻസിറ്റീവ് ഇൻഫർമേഷൻ എടുക്കാം. എന്നിട്ട് എന്താണ്, ഹി ക്യാൻ ഡിമാൻഡ് മണി ഫ്രം ദ പബ്ലിക്. ഇത്രയും പോകുന്നുണ്ടല്ലോ, കമ്മീഷനായിട്ട് എന്തെങ്കിലും തരാൻ വേണേ പറയാം. അപ്പം എന്തായാലും ഇതിൻ്റെ ഇപ്പം ഇത്രയും നമ്മൾ 6 types ഓഫ് സൈബർ ത്രെറ്റ്സ് പഠിച്ചു. അപ്പം 6 types ഓഫ് സൈബർ ത്രെറ്റ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? അറ്റ് ദി എൻഡ് ത്രെറ്റ് ആണോ? പ്രോഫിറ്റ്, പൈസയാണ്. ഇപ്പം എന്ത് കാര്യം ചെയ്താലും, എന്ത് സൈബർ അറ്റാക്ക് ചെയ്താലും ഇറ്റ് ഈസ് ഓൾവേസ് വിത്ത് റിഗാർഡ് ടു മണി. ഓക്കെ, ഞാൻ ഇപ്പം റാൻഡമായിട്ട് ചോദിക്കട്ടെ. സോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മെയിൻസ് പെർസ്പെക്റ്റീവിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. മീൻസ് ഇപ്പം ഏതൊക്കെ ടോപ്പിക്കാണ് പഠിച്ചത് മെയിൻസ് പെർസ്പെക്റ്റീവിൽ? ഇന്ത്യ ബംഗ്ലാദേശ് ഒരു ടോപ്പിക്കും കൂടെ ഉണ്ട്, വഖഫ് ബോർഡിൻ്റെ ഒരു ടോപ്പിക്കും കൂടെ ഉണ്ട്. ലാസ്റ്റ് എടുക്കാം. അപ്പോൾ പ്രിലിംസ് കുറച്ച് മെയിൻസിൻ്റെ മടുത്തിരിക്കുന്നു എന്ന് മനസ്സിലായത് കൊണ്ട് പ്രിലിംസിൻ്റെ പഠിച്ചിട്ട് ലാസ്റ്റ് നമുക്ക് മെയിൻസിൻ്റെ ആ ഒരു ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. സോ നമ്മൾ മെയിൻസിന് പഠിച്ചത് എങ്ങനെയാണ്, അതായത് കോസസ് എന്താണ്, അല്ലെങ്കിൽ വേ ഫോർവേഡ് എന്താണ്, ചാലഞ്ചസ് എന്താണ്, ഇങ്ങനെയൊക്കെ പഠിച്ചേ. ഇവിടെ നമുക്ക് ടു ദ പോയിന്റ് പഠിച്ചാൽ മതി, കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് കാര്യങ്ങൾ പഠിച്ചാൽ മതി. സോ ഫസ്റ്റ് നമ്മളുടെ അങ്ങനെ വരുമ്പോൾ ഉള്ള ടോപ്പിക്കാണ് നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി. So National Pharmaceutical Pricing Authority sent notices to numerous pharmaceutical companies and the government recovered Rs 73 crore for violating the drug price control order, the Union Minister of State for Chemicals and Fertilizers told the Rajya Sabha. So Rajya Sabhയിൽ ഇത് ന്യൂസിൽ വരാനുണ്ടായ കാര്യം എന്ന് പറയുന്നത്, രാജ്യസഭയിൽ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ കെമിക്കൽസ് ആള് വന്നിട്ട് രാജ്യസഭയിൽ പറഞ്ഞു ഈ നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി ഒരുപാട് കമ്പനീസിന് അവർ വയലേഷൻസ്, കുറേ റൂൾസിന്റെ വയലേഷൻസ് ഒക്കെ ചെയ്തേക്കുന്നതുകൊണ്ട് നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ അതോറിറ്റി ഈ പറയുന്ന കമ്പനീസിന് നോട്ടീസ് അയക്കുകയും അങ്ങനെ ഗവൺമെന്റ് ഈ റൂള് വയലേറ്റ് ചെയ്തുകൊണ്ട് അറൗണ്ട് 73 crores റിക്കവർ ചെയ്യുകയും ചെയ്തു എന്നുള്ളത് ആണ് ഇത് ന്യൂസിൽ വരാനുണ്ടായ കാര്യം. ഇനി എന്താണ് നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി? ഇത് 1997 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഡ്രഗ്സ് ഓർഡർ 1995. സോ ആ ഒരു ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്, ഡ്രഗ്സ് പ്രൈസ് കൺട്രോൾ ഓർഡർ. അപ്പം ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് വരും, അതായത് എന്താണ്, നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ കോസ്മെറ്റിക്സ് ആക്ട്, അങ്ങനെ പറഞ്ഞിട്ട് തരും. അത് ഈ ഒരു ആക്ടിന്റെ പേര് തെറ്റിച്ചിട്ട് തരും. അപ്പം അതുകൊണ്ട് ആ ഒരു ആക്ടിന്റെ പേര് ഓർത്തിരിക്കണം. പിന്നെ വന്നിട്ട് എന്താണ്, അവരുടെ കുറേ ഫങ്ഷൻസാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ അവരുടെ ഫങ്ഷൻസ്? അതായത് ഡ്രഗ്സ് പ്രൈസ് കൺട്രോൾ ഓർഡറിലെ കാര്യങ്ങൾ, പ്രൊവിഷൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത് ഒരു ഫങ്ഷനാണ്.
all legal matters arising out of the decisions of the authority. അതായത് ഡിസിഷൻസ്, ലീഗൽ മാറ്റേഴ്സിലുള്ള ഡിസിഷൻസ് എടുക്കുക. അതുപോലെ തന്നെ ഡ്രഗ്സിന്റെ മാർക്കറ്റിലുള്ള അവൈലബിലിറ്റീസ്, മരുന്നിന്റെ മാർക്കറ്റിലുള്ള അവൈലബിലിറ്റീസ് ചെക്ക് ചെയ്യുക. അതുപോലെ ഷോർട്ടേജസ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക. ഡേറ്റ ഫാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക, കളക്ട് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. ഇതെല്ലാമാണ് നമ്മളുടെ ഈ ഒരു നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റിയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതാണ് നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി. സോ നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി ആ ഡ്രഗ് പ്രൈസ് കൺട്രോൾ ഓർഡർ ആണ് 1997 എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതുകൂടാതെ അതിന്റെ ഫങ്ഷൻസ് എന്തെല്ലാമാണ് അതിന്റെ ഫങ്ഷൻസ്. അടുത്തതാണ് എന്താ? Kinlin's. Kinlin's, a recent study of Kinlin's has revealed a novel pathway to cancer treatment. Kinlin's എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ കിൻലിൻസിന്റെ ഒരു റീസെന്റ് സ്റ്റഡി നമ്മളുടെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ ട്രീറ്റ്മെന്റിനുള്ള ഒരു പോസിബിൾ സാധനം ഈ കിൻലിൻസിൽ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഈ കിൻലിൻസ് എന്ന് നോക്കാം. ഓക്കെ, എന്താണ് കിൻലിൻസ്? These are adapter proteins that exist inside the cells. നമ്മുടെ സെൽസിന്റെ ഇടയ്ക്കുള്ള ഇത് ഡീറ്റെയിലോട്ടൊന്നും പോവണ്ട. നമ്മൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഇപ്പൊ കിൻലിൻസ് എന്ന് പറയുന്നത് നമുക്കൊരു ന്യൂസിൽ വന്ന ഒരു ടേം ആണ്. സോ ഇതിന്റെ നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പ്രോപ്പർ ഡെഫിനിഷൻ ഓഫ് കിൻലിൻസ്, അല്ലെങ്കിൽ അങ്ങനെ, അതായത് കിൻലിൻസിനെ ബന്ധപ്പെടുത്തി അതിന്റെ ഡെഫിനേഷനായിട്ട് ബന്ധപ്പെടുത്തി ഉള്ളൊരു കാര്യമാണ് നമുക്ക് തരിക. അല്ലാതെ സ്റ്റേറ്റ്മെന്റ് വൈസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യത കുറവാണ്, സ്റ്റേറ്റ്മെന്റ് വൈസ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് വൈസ് കിൻലിൻസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കില്ല. അതിന്റെ ഒത്തിരി ഡീറ്റെയിലോട്ട് അതുകൊണ്ട് പോവണ്ട. എന്താണ് ആ സാധനം എന്നുള്ളത് മനസ്സിലായാൽ മതി. ഇത് ബേസിക്കലി ഒരു പ്രോട്ടീനാണ്, നമ്മുടെ സെൽസിലുള്ള ഒരു പ്രോട്ടീനാണ്. ഈ പ്രോട്ടീൻസിന് ക്യാൻസർ ട്രീറ്റ്മെന്റിന് ഉള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നാണ് റീസെന്റ് സയന്റിസ്റ്റുകൾ കണ്ടെത്തിയേക്കുന്നത്. ഇത്രയും മതി. കിൻലിൻസ് എന്താണ്? പ്രോട്ടീൻ ആണ്. എവിടെ കാണുന്നത്? സെൽസിലാണ് കാണുന്നത്. സെൽസിൽ കാണുന്നുണ്ട്. അത് ക്യാൻസർ ട്രീറ്റ്മെന്റിന് ഒരു പോസിബിൾ സൊല്യൂഷൻ ആണ് എന്ന് റീസെന്റ് ഡിസ്കവറീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത്രയാണ് നമുക്ക് ഇവിടെ പഠിക്കേണ്ട ആവശ്യം. ഡീറ്റെയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട്. വായിച്ചില്ല എന്ന് വെച്ചാലും ഇറ്റ്സ് ഓക്കെ. അത്രയും കിൻലിൻസ് എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താ അത്? സ്റ്റർജിയോൺ. ഓക്കെ, സ്റ്റർജിയോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പടത്തിൽ കാണുമ്പോൾ ഒരു ഫിഷ് അത്. ഓക്കെ, സ്റ്റർജിയോൺ ന്യൂസിൽ വരാനുണ്ടായ കാര്യം, റീസെന്റ് WWF report said that poaching and trafficking are threatening the survival of 4 species of sturgeon. അപ്പൊ ഇവര് പറഞ്ഞു ഈ WWF വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ഇവര് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റർജിയോൺ എന്ന് പറയുന്ന ഒരു ഫിഷ് പോച്ചിങ്ങും, അതായത് ഇല്ലീഗൽ ട്രാഫിക്കിങ്ങും പോച്ചിങ്ങും ഒക്കെ കാരണം കൊണ്ട് ഈ സ്റ്റർജിയോണിന്റെ ലൈഫ് ത്രെട്ടൺ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന്. പോച്ചിങ് മലയാളത്തിൽ പറഞ്ഞാൽ വേട്ടയാടുക, നമ്മൾ കില്ല് ചെയ്യുന്നതൊക്കെ ഇല്ലേ. അപ്പൊ പോച്ചിങ്ങും ട്രാഫിക്കിങ്ങും, അതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാഫിക്കിങ്. അപ്പൊ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഹ്യൂമൻസിനെ സെല്ല് ചെയ്യുന്ന ആ ഒരു ഇത്. അപ്പൊ അതുപോലെ തന്നെ ട്രാഫിക്കിങ് മൃഗങ്ങളുടെ ഇടയ്ക്കുണ്ട്, പോച്ചിങ് ഉണ്ട്. അപ്പൊ ഇവർ ഒരുപാട് പോച്ചിങ്ങും ട്രാഫിക്കിങ്ങും ഒക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് WWFന്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സ്റ്റർജിയോണിനെ പറ്റിയിട്ട് കുറച്ച് ഫാക്ട്സ് നോക്കാം. It is among the most endangered fish species globally. Endangered ആണ്, അതായത് ഒരുപാട് ത്രെട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതൊരു endangered species ആണ്. ഓക്കെ, endangered species ആണ് എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. അതിനുശേഷം എന്താണ് ഇത്? These species have been around since the age of dinosaurs. ഡൈനോസേഴ്സിന്റെ ടൈം മുതൽ നമ്മളുടെ എർത്തിൽ ഉള്ള ഒരു സ്പീഷീസ് ആണ്. പിന്നെന്താ? ഇനിയുള്ള പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആ. ഈ 2 പോയിന്റും പഠിച്ചില്ലെങ്കിലും അടുത്ത പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ദീസ് നോർത്തേൺ ഹെമിസ്ഫിയർ ഫിഷസ്, ഇത് കാണപ്പെടുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അതായത് അറിയാലോ, ഒരു ഇക്വേറ്റർ ഉണ്ട്. ഇക്വേറ്ററിന്റെ മുകളിലുള്ളത് നോർത്തേൺ ഹെമിസ്ഫിയർ, താഴെയുള്ളത് സദേൺ ഹെമിസ്ഫിയർ. സോ ഇത് എവിടെയാണ് കാണുന്നേ? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പൊ അത് കാണപ്പെടുന്ന കുറച്ച് കൺട്രീസും ഉണ്ട്. അസർബൈജാൻ, ബൾഗേറിയ, അതർ യൂറോപ്യൻ കൺട്രീസ് ആൻഡ് നോർത്ത് അമേരിക്ക. മുകളിൽ വരുന്നതാണല്ലോ യൂറോപ്പും നോർത്ത് അമേരിക്കയും ഒക്കെ മുകളിലല്ലേ വരുന്നത്. സോ അവിടെ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ കൂടുതലായിട്ടുള്ളത്.
ഓക്കെ, അപ്പൊ സ്റ്റർജിയോണിന് ഇതിന്റെ ട്രേഡും ഇതിന്റെ പോച്ചിങ്ങും ഉള്ളത് കൊണ്ട് സൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. സൈറ്റ്സ് നിങ്ങൾ എൻവയോൺമെന്റിൽ പഠിക്കും സൈറ്റ്സ് എന്താണെന്നുള്ളത്. അപ്പൊ ഈ സൈറ്റ്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഈ ഒരു സ്റ്റർജിയോണിന്റെ ഇന്റർനാഷണൽ ട്രേഡ് റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റർജിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ്. നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് അത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇതിന്റെ ട്രേഡ് വന്നിട്ട് നമ്മളുടെ സൈറ്റ്സ് റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട്. സൈറ്റ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ എൻവയോൺമെന്റിൽ പഠിക്കും. ഓക്കെ, അതുകൂടാതെ ഈ ഒരു ഫിഷ് ഫേസ് ചെയ്യുന്ന ത്രെഡ്സുകൾ എന്താണെന്നും പറഞ്ഞിട്ടുണ്ട്. നോട്ട് അറ്റ് ഓൾ ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഓക്കെ, ഇനി ഈ ഒരു റിപ്പോർട്ടിൽ WWFന്റെ റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ്. എക്സാമിൽ ഇതൊന്നും ചോദിക്കില്ല. എക്സാമിൽ സ്റ്റർജിയോൺ അല്ല ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് തരും. സ്റ്റർജിയോൺ ഈസ് എന്താണ്, സ്റ്റർജിയോൺ നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാത്രം കാണപ്പെടുന്ന ഒരു സ്പീഷീസ് ആണ്. സ്റ്റർജിയോൺ എന്താണ്, പോച്ചിങ് ത്രെട്ട് ഉള്ള ഒരു സ്പീഷീസ് ആണ്. അങ്ങനെ പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ്സ് തരും. അപ്പൊ സ്റ്റർജിയോൺ നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാത്രമാണെന്നുള്ളതിന് നമുക്ക് എവിഡൻസ് ഒന്നും ഇല്ല. പക്ഷെ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് എന്ത് കൂടുതൽ കാണപ്പെടുന്നത്. അപ്പൊ സ്റ്റർജിയോൺ ക്യാൻ ബി സീൻ ഓൺലി ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനുള്ള എവിഡൻസ് ഇല്ല. ചിലപ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ ഉണ്ടോയെന്നൊന്നും നമ്മൾക്ക് അറിയില്ല. അപ്പൊ സദേൺ ഹെമിസ്ഫിയറിൽ എവിടെയെങ്കിലും ഒരെണ്ണത്തിനെ കണ്ടെത്തിയാലും മതിയല്ലോ. അപ്പൊ അതുകൊണ്ട് ഓൺലി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഓൺലി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ തരുമ്പോൾ. ഓക്കെ, അടുത്തതാണ് ഹൊളോങ്പാർ ഗിബ്ബോൺ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഓക്കെ, ഇതൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ്. ഹൊളോങ്പാർ ഗിബ്ബൺ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇത് എവിടെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസാമിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറീസും നാഷണൽ പാർക്സും അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി റിസർവ്സും ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അത് ഏത് സ്റ്റേറ്റിലാണ് എന്നുള്ളത് പഠിക്കണം. ഏത് സ്റ്റേറ്റിലാണെന്നുള്ളത് മാത്രം പഠിച്ചാൽ പോരാ, അവിടെ കാണപ്പെടുന്ന മെയിൻ സ്പീഷീസ് ഏതാണെന്ന് പഠിക്കണം. ഇനി അവിടെ കൂടെ ഏതെങ്കിലും റിവർ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏതാണെന്ന് പഠിക്കണം. അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് നമ്മൾ എൻവയോൺമെന്റിൽ സാങ്ച്വറീസ് ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടതുണ്ട്. സോ ഇവിടെ ഇത് റീസെന്റ് ന്യൂസിൽ വരാൻ കാരണം an approval by the Ministry of Environment for exploratory oil and gas drilling in parts of the sanctuary may put the endangered hoolock gibbon at further risk. So ഇവിടെ വന്നിട്ട് നമ്മളുടെ ഹൂളോക്ക് ഗിബ്ബൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുരങ്ങ് പടത്തിൽ കാണുന്നുണ്ടല്ലോ ഇത്. സോ ഈ ഹൂളോക്ക് ഗിബ്ബൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പീഷീസിന് ഈ ഒരു പെർട്ടിക്കുലർ സാങ്ച്വറിയുടെ ചുറ്റും നടക്കുന്ന ഓയിൽ എക്സ്പ്ലോറേഷനും ഡ്രില്ലിങ്ങും ഒക്കെ കാരണം ഈ ഒരു പെർട്ടിക്കുലർ സ്പീഷീസിന് നല്ല ത്രെട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഈ യൂണിയൻ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു. അവർ പറയുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഇത് റീസെന്റ് ന്യൂസിൽ വരാനായിട്ട് കാരണം. ഇനി ഇതിന്റെ ആ ഒരു ലൊക്കേഷനെ പറ്റിയിട്ട് എബൌട്ട് ദാറ്റ് സാങ്ച്വറി, ഇത് ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആസാമിലെ ജോർഹട്ട് ഡിസ്ട്രിക്റ്റിലാണ്. ഓക്കെ, ജോർഹട്ട് ഡിസ്ട്രിക്റ്റിലാണ് അത് ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇറ്റ് വാസ് ഗിവൺ ദ സ്റ്റാറ്റസ് ഓഫ് എ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻ 1997. 1997 ഇതിനെ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് എന്ത് ചെയ്ത് ആസാം ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. It is the only sanctuary in India named after a gibbon due to its distinction for containing the densest gibbon population in Assam. ഇത് ഇന്ത്യയിലെ ഒരേ ഒരു സാങ്ച്വറി ആണ്. അതായത് ഗിബ്ബണിന്റെ പേരിൽ നെയിം ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സാങ്ച്വറി ആണ് ഈ പെർട്ടിക്കുലർ സാങ്ച്വറി. എന്താ അതിന്റെ പേര് സാങ്ച്വറിയുടെ? ഹുളോങ്പാർ ഗിബ്ബൺ വൈൽഡ് ലൈഫ് സാങ്ച്വറി. സോ ഈ ഒരു സാങ്ച്വറി ഗിബ്ബണിന്റെ പേരിൽ നെയിം ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സാങ്ച്വറി ആണ്. അവിടെ ഈ ഗിബ്ബൺ പോപ്പുലേഷൻ ധാരാളമായിട്ട് കാണുന്നുള്ളത് കൊണ്ടാണ് അതിന്റെ പേരിൽ നെയിം ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ റിവറിന്റെ പേര് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ബോഗ്ദോയി റിവർ. ബോഗ്ദോയി റിവർ എന്ന് പറയുന്ന ഈ റിവർ ഈ പറയുന്ന സാങ്ച്വറിയിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ തരും. ഓക്കെ, മാച്ച് ദ ഫോളോയിങ് ആയിട്ട് തരുന്ന സമയത്ത് ഈ ബോഗ്ദോയി റിവർ എന്ന് പറയുന്ന റിവർ ഏതിൽ കൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഏത് സ്റ്റേറ്റിൽ കൂടെയാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. സോ ബോഗ്ദോയി റിവർ നമുക്കുള്ളത് ആസാമിലാണ്. ഓക്കെ,
ഇനി വന്നിട്ട് നമ്മളുടെ അവിടെ കാണപ്പെടുന്ന ആ ഒരു സാങ്ച്വറിയിൽ കാണപ്പെടുന്ന ഫ്ലോറ ആൻഡ് ഫോണയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം ഈ ഒരു ഇവിടെ കുറച്ച് ട്രീസ് കാണുന്നുണ്ട്. ഹൂളോങ് ട്രീ എന്ന് പറയുന്ന ഒരു ട്രീ ഉണ്ട്, നഹർ എന്ന് പറയുന്ന ഒരു ട്രീ ഉണ്ട്. അപ്പൊ ഈ ഒരു ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് പേര് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയാൽ മതി നിങ്ങൾക്ക് കാണുമ്പോൾ. പിന്നെ ആ ഒരു സ്പീഷീസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഇത് കണ്ടെയ്ൻസ് ഇന്ത്യാസ് ഓൺലി ഗിബൺസ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഓൺലി ഗിബൺ, ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരേ ഒരു ഗിബൺ ആണ് ദ ഹോളോ ഗിബൺ. സോ ഹോളോ ഗിബൺ ആകപ്പാടെ ഇന്ത്യയിൽ കാണപ്പെടുന്നത് ഇവിടെയാണ്. സോ ഇറ്റ് കണ്ടെയ്ൻസ് ഇന്ത്യാസ് ഓൺലി ഗിബൺസ്. ഇന്ത്യയുടെ ഓൺലി ഗിബൺസ് കാണപ്പെടുന്ന സ്ഥലം എവിടെയാണ്? ഈ പറയുന്ന സാങ്ച്വറിയിലാണ്. ഓക്കെ, പിന്നെ അത് കൂടാതെ അവിടെ എലിഫൻസ് ഉണ്ട്, ടൈഗേഴ്സ് ഉണ്ട്, ലെപ്പേർഡ്സ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അടുത്തതാണ് പംപ്ഡ് സ്റ്റോറേജ് ഹൈഡ്രോ പവർ. ഈ പംപ്ഡ് സ്റ്റോറേജ് ഹൈഡ്രോ പവർ എന്ന് പറയുന്ന ഒരു സാധനം, ഇതിനൊരു മെക്കാനിസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമുക്ക് നല്ല ഇലക്ട്രിസിറ്റി ഒക്കെ അവൈലബിൾ ആയിരിക്കുമ്പോൾ, സോളാർ പവർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വിൻഡ് പവർ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല കറണ്ട് ഒക്കെ അവൈലബിൾ ആയിരിക്കുമ്പോൾ, ഇതിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇവിടെ താഴെ ഒരു റിസർവോയർ, മുകളിൽ റിസർവോയർ. സോ നമ്മൾക്ക് ഈ സോളാർ പവർ ഒക്കെ യൂസ് ചെയ്തിട്ട് കറണ്ട് അവൈലബിൾ ആയിരിക്കുമ്പോൾ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ അടിയിലത്തെ വെള്ളത്തിനെ പമ്പ് ചെയ്ത് മോളിൽ കയറ്റും. ഓക്കെ, മോളിൽ കയറ്റി അവിടെ സ്റ്റോർ ചെയ്യും. എന്നിട്ട് നമ്മൾക്ക് കറണ്ട് ഷോർട്ടേജും അല്ലെങ്കിൽ നമുക്ക് കറണ്ട് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് ഈ വെള്ളത്തിനെ അവിടെ നിന്ന് റിലീസ് ചെയ്ത് ടർബൈൻസ് കറക്കി ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കും. മേലോട്ട് കയറ്റും, ആദ്യം കയറ്റും. സോളാർ പവർ അല്ലെങ്കിൽ വിൻഡ് പവർ ഒക്കെ യൂസ് ചെയ്തിട്ട് കയറ്റും. അല്ല, ഇത് ഡാം അല്ല, നമുക്ക് രണ്ട് ചെറിയ റിസർവോയർ, കുളം ഒക്കെ പോലത്തെ അത്രേ ഉള്ളൂ, വലിയ ഡാംസ് അല്ല. അത് നമ്മൾ ഡാംസ് എന്ന് തന്നെ പറയും. ഇത് ചെറിയതാ, ഇവിടെ പടം കണ്ടില്ലേ, ചെറിയൊരു റൗണ്ട് പോലത്തെ. അപ്പൊ ഇവിടെ നിന്ന് താഴെ രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ആദ്യം പമ്പ് ചെയ്ത് മോളിൽ കയറ്റും. പമ്പ് ചെയ്ത് മോളിൽ കയറ്റിയിട്ട് എപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി വളരെ ആവശ്യമുള്ള സമയത്ത് അവിടെ നിന്ന് ഫോഴ്സിൽ വന്നാലല്ലേ നമുക്ക് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. സോ അവിടെ നിന്ന് എന്ത് ചെയ്യും, അവിടെ നിന്ന് ടർബൈൻസ് കറക്കി മോളിലുള്ള വെള്ളത്തിനെ, മിനി വേർഷൻ ആണ്. സോ അവിടെ നിന്ന് എന്ത് ചെയ്യും, അവിടെ നിന്ന് ആ വെള്ളത്തിനെ റിലീസ് ചെയ്തിട്ട് ടർബൈൻസ് കറക്കിയിട്ട് എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. താഴത്തെ റിസർവർ മോളിൽ കയറ്റിയല്ലോ. അപ്പൊ അതാണ് പമ്പ്ഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഈ പമ്പ്സ് വഴി റിലീസ് ചെയ്യും, പമ്പ്സ് വഴി തന്നെ മോളിൽ കയറ്റും, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് വരാൻ കാരണം ബജറ്റ് പ്രോമിസ് ദാറ്റ് എ പോളിസി ഫോർ പ്രൊമോട്ടിംഗ് പമ്പ് സ്റ്റോറേജ് പ്രൊഡക്ട്സ് വിൽ ബി ബ്രോട്ട് ഔട്ട് ഫോർ ഇലക്ട്രിസിറ്റി സ്റ്റോറേജ്. അപ്പം ബജറ്റ് പറഞ്ഞു നമ്മൾ ഈ പമ്പ്ഡ് സ്റ്റോറേജ് സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം നമുക്ക് പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ബജറ്റിൽ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് ന്യൂസിൽ വന്നത്. ഓക്കെ, അപ്പൊ ഇത് ഒരു ടൈപ്പ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് എനർജി സ്റ്റോറേജ് ആണ്. അറിയാലോ, ഹൈഡ്രോ ഇലക്ട്രിക് വെള്ളം അല്ലേ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, 2 വാട്ടർ റിസർവോയേഴ്സ് അറ്റ് ഡിഫറെന്റ് എലവേഷൻസ്. രണ്ടും രണ്ട് പൊക്കത്തിലല്ലായിരുന്നോ, ഒരെണ്ണം പൊക്കത്തിലും ഒരെണ്ണം താഴെ അല്ലായിരുന്നോ. സോ 2 ഡിഫറെന്റ് എലവേഷൻസിൽ പമ്പ് ചെയ്ത് വെള്ളത്തിനെ മോളിൽ കയറ്റിയിട്ട് പമ്പ് ചെയ്ത് താഴെ ഇറക്കും. എന്നിട്ട് ടർബൈൻസ് കറക്കി ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കും. അതിന്റെ വർക്കിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എന്ന് പറയുന്നത് അല്ലേ, കുറേയധികം ക്വസ്റ്റ്യൻസ് നമ്മൾ സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കായിരുന്നു. അതിൽ കുറേ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ അറ്റ് ലാസ്റ്റ് വി ഡിസ്കസ്ഡ് അബൌട്ട് ദി 3 ഇമ്പോർട്ടൻറ്റ് ഐഡൻറ്റിറ്റീസ് അല്ലേ. എന്തൊക്കെയായിരുന്നു അത്? a+b² ആൻഡ് a-b². ദെൻ മൂന്നല്ല, 3ൽ കൂടുതലുണ്ട്. ഓക്കെ, a+b², a-b², ദെൻ a+b³ a-b³, ദെൻ a² - b² അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. അപ്പോൾ ഞാൻ അവിടെ പറയണ്ടായി ഈ a-b² അതേപോലെ a-b² a-b³ ഒക്കെ വരുമ്പോൾ ആ സൈൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ. ഓൾട്ടർനേറ്റീവായിട്ട് പ്ലസ് മൈനസ് സൈനൊക്കെ കൊടുക്കണം എന്ന് മീൻസ് അങ്ങനെ നമ്മൾ കാണാതെ പഠിക്കേണ്ട. ഓൾട്ടർനേറ്റീവായിട്ട് പ്ലസ് മൈനസ് സൈൻ കൊടുത്താൽ മതി എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തേ. അപ്പോൾ ഇന്ന് നമുക്ക് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാം അല്ലേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തേ. വേണ്ടേ, ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. x plus y the whole cube minus 3 into x square y
plus xy square the whole into, okay, the whole into x square minus y square the whole divided by x plus y. Okay. നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്ന find the value for this expression if x is equal to 3 and y is equal to 2. x is equal to 3 and y is equal to 2. അപ്പോൾ ആ എക്സ്പ്രഷൻ ഒന്ന് നോക്കിക്കേ. x plus y the whole cube minus 3x square y plus xy square the whole into x square minus y square the whole divided by x plus y. എന്നിട്ട് ഇത് സിംപ്ലിഫൈ ചെയ്ത് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എഗെയിൻ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് സിംപ്ലിഫിക്കേഷൻ, റൈറ്റ്? എക്സിൻ്റെ വാല്യൂ 3, വൈൻ്റെ വാല്യൂ 2. അങ്ങനെയാണെങ്കിൽ ആൻസർ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം, അല്ലേ? ഇതിനെ നമുക്കൊന്ന് ചെറുതാക്കാം. ചെറുതാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന പോലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിവിടെ ആദ്യമേ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേണമെങ്കിൽ കൊടുത്ത് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാം. പക്ഷേ പ്രശ്നം എന്താ? കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, അല്ലേ? അപ്പോൾ നമുക്ക് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് ചെറുതാക്കിയതിന് ശേഷം എന്ത് ചെയ്യാം? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ 3ഉം 2 ആയതുകൊണ്ട് എഗെയിൻ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും, അല്ലേ? കുറച്ചും കൂടെ എളുപ്പമാണ്. 3 + 2 5, 5 ക്യൂബ് 125, അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തു പോകാം. പക്ഷേ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ഒരു പക്ഷേ വല്ല ഫ്രാക്ഷൻസോ അല്ലെങ്കിൽ ഡെസിമൽസോ തരികയാണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകുന്നത് ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. ഈ ഒരു എക്സ്പ്രഷനെ എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ആദ്യം ചെറുതാക്കുക. നമ്മൾ പഠിക്കുന്നത് സിംപ്ലിഫിക്കേഷനാണ്, അല്ലേ? അപ്പോൾ നിങ്ങൾ തന്നിരിക്കുന്ന വാല്യൂവിനെ ചെറുതാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏത് ഐഡൻറ്റിറ്റീസ് ഒക്കെ യൂസ് ചെയ്യും? ഇവിടെ ഏത് ഐഡൻറ്റിറ്റി യൂസ് ചെയ്യും? ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വേണ്ടേ എക്സ് പ്ലസ് വൈ ദ വോൾ ക്യൂബ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അല്ലേ? അതുപോലെ തന്നെ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന മറ്റൊരു സംഭവമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലേ? എക്സ് പ്ലസ് വൈ ദ വോൾ ക്യൂബ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇവരെ എക്സ്പാൻഡ് ചെയ്താൽ ഒരു പക്ഷേ ഇത് സിംപ്ലിഫൈ ആവാൻ ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ട്, അല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം, അല്ലേ? എന്താ എക്സ് പ്ലസ് വൈ ദ വോൾ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, അതിനു മുമ്പേ മറ്റൊരു കാര്യം, നമ്മൾ ബോർഡ് മാത്സ് പഠിച്ചിട്ടില്ല, പക്ഷേ നിങ്ങൾ ഫോർ ദി ടൈം ബീങ് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും സ്ക്വയർ ബ്രാക്കറ്റ്സും കാണാം, അതുപോലെ തന്നെ കേർവ്ഡ് ബ്രാക്കറ്റ്സും കാണാം, അല്ലേ? നോർമൽ ബ്രാക്കറ്റ്സും കാണാം, സ്ക്വയർ ബ്രാക്കറ്റ്സും കാണാം. അപ്പോൾ ആദ്യം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്തുള്ള എക്സ്പ്രഷനാണ്. അതിനകത്ത് സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പുറമേ ഉള്ള ആൾക്കാരെ കയ്യിലെടുക്കാനായിട്ട്, അവരെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്തുള്ള ആൾക്കാരെ സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയാലോ? ഓക്കെ അല്ലേ? ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതുക. പരീക്ഷാ സമയത്ത് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതങ്ങ് റെഡി ആയിക്കോളും കേട്ടോ. ആദ്യം സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത് വേണ്ടേ ഇങ്ങനൊരു എക്സ്പ്രഷൻ എ പ്ലസ് ബി ദ വോൾ ഇൻറ്റു സി എന്നിട്ട് പ്ലസ് ഡി വോൾ ഇൻറ്റു ഇ, ഇങ്ങനൊരു എക്സ്പ്രഷൻ ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടെ ഒരു ബ്രാക്കറ്റും കൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്താണ്? കേർലി ബ്രാക്കറ്റ്സ്, അല്ലേ? ഇതിനെയാണ് നമ്മൾ പറയുന്നത് കേർലി ബ്രാക്കറ്റ്സ് എന്ന് പറയും. അപ്പോൾ ആദ്യം കേർലി ബ്രാക്കറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് സ്ക്വയർ ബ്രാക്കറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക? ഈ പറയുന്ന പോലെ നമ്മുടെ നോർമൽ ബ്രാക്കറ്റ്സിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. അപ്പോൾ ആദ്യം കേർലി ബ്രാക്കറ്റ്സ് നിങ്ങൾ എടുക്കുക, അതിനകത്തുള്ള എക്സ്പ്രഷൻ എടുക്കുക. എന്താണ്? എ പ്ലസ് ബി എന്നിട്ട് സ്ക്വയർ, അല്ലേ? എ പ്ലസ് ബി ദ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് പിന്നെ സി പ്ലസ് ഡി. അപ്പോൾ പിന്നെ ഈ ഒരു എക്സ്പ്രഷനകത്ത്, അപ്പോൾ കേർലി ബ്രാക്കറ്റ്സിനകത്തുള്ള എക്സ്പ്രഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞു. എന്നിട്ട് അതിലെന്ത് ചെയ്യണം? പിന്നെ നോക്കുമ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള ആൾക്കാർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ സോൾവ് ചെയ്ത് എന്ത് ചെയ്യുക? പുറത്തേക്ക് വരും. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. എന്നിട്ട് ബോർഡ് മാത്സ് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നോക്കിക്കേ, ആദ്യം ഞാൻ പറഞ്ഞു സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്തുള്ള ആൾക്കാർക്ക് എന്ത് കൊടുക്കുക? ഇമ്പോർട്ടൻസ് കൊടുക്കാന്നല്ലേ. അപ്പോൾ നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്തുള്ള ആൾക്കാരെ നമ്മൾക്ക് നോക്കാം. ആരൊക്കെയാണ് സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ളത്? എക്സ് പ്ലസ് വൈ ദി വോൾ ക്യൂബ് മൈനസ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ വൈ പ്ലസ് എക്സ് വൈ സ്ക്വയർ, അല്ലേ? ഇവരാണ് സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ളത്. അപ്പോൾ ഇവരെ നമുക്ക് ആദ്യം സിംപ്ലിഫൈ ചെയ്യാം, അല്ലേ? അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? നമുക്ക് ഇയാളെ എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആരെ? എക്സ് പ്ലസ് വൈ ദ വോൾ ക്യൂബിനെ, അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് വൈ ദി വോൾ ക്യൂബിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. എന്താ എക്സ് പ്ലസ് വൈ ദി വോൾ ക്യൂബ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്? എന്താ കിട്ടുന്നത്?
പറഞ്ഞേ, എക്സ് ക്യൂബ് എന്താ വരുന്നത്? എക്സ് ക്യൂബ് പ്ലസ് 3x² പ്ലസ് 3x² പ്ലസ് 3xy² അല്ലേ? 3xy² പ്ലസ് y ക്യൂബ്. യെസ്, പ്ലസ് y ക്യൂബ്. അപ്പോൾ നമ്മൾ ഇവരെ എക്സ്പാൻഡ് ചെയ്തു അല്ലേ? ഇവരെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? ഇനി -3 ഇൻറ്റു x² പ്ലസ് xy². ഈ -3 എന്ന് പറയുന്നത് ഇവരുടെ രണ്ടുപേരുടെയും കൂടെ. അല്ലെങ്കിൽ നമുക്ക് പറയാം -3 എന്ത് ചെയ്യണം? ഈ ബ്രാക്കറ്റ്സിന് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അതായത് ഇവിടെ നോക്കിക്കേ, നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്തതാ. a ഇൻറ്റു ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം എന്താണ്? a ഇൻറ്റു ബി പ്ലസ് a ഇൻറ്റു സി. ആകാശം കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഓക്കെ. a ഇൻറ്റു ബി പ്ലസ് a ഇൻറ്റു സി അല്ലേ? a ഇൻറ്റു ബി പ്ലസ് a ഇൻറ്റു സി. ഓക്കെ അല്ലേ? ആ, അപ്പോൾ ഇവിടെ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എക്സ്പാൻഡ് ചെയ്യാം. ഇവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ -3 ഇൻറ്റു അല്ലേ? -3 ഇൻറ്റു x² പ്ലസ് -3 ഇൻറ്റു xy². നോക്കിക്കേ, -3 ഇൻറ്റു x² പ്ലസ് -3 ഇൻറ്റു xy². കണ്ടോ, ബ്രാക്കറ്റിലുള്ള എല്ലാം നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഇവരെ സിംപ്ലിഫൈ ചെയ്താൽ മതി. ദ വോൾ ഇൻറ്റു x² മൈനസ് y² ഡിവൈഡഡ് ബൈ x പ്ലസ് y അല്ലേ? അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടന്ന ടേംസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ എക്സ്പാൻഡ് ചെയ്തു, സെറ്റ് ചെയ്തു വെച്ചു. ഇനി നിങ്ങൾ പറ, ഇനി എന്താ ചെയ്യേണ്ടത് ഇതിനകത്ത്? യെസ്, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ചില ടേംസ് ഈ പറയുന്ന പോലെ ഓപ്പോസിറ്റ് സൈൻസ് ഉള്ളതുണ്ട് അല്ലേ? അതായത് നോക്കിക്കേ, +x² പ്ലസ് 3x² മൈനസ് 3x² അല്ലേ? അതുപോലെ തന്നെ പ്ലസ് 3xy² മൈനസ് 3xy². ഇവരെല്ലാം എന്ത് ചെയ്തു പോവും? എന്ത് ചെയ്തു പോവും? ക്യാൻസൽ ചെയ്തു പോവും അല്ലേ? കട്ടായി പോവും. പ്ലസ് 3x² മൈനസ് 3x² പ്ലസ് 3xy² മൈനസ് 3xy². അപ്പോൾ ഇനി മിച്ചം വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? നോക്കിക്കേ, x³ ഇനി പ്ലസ് y³ അല്ലേ? x³ പ്ലസ് y³ മാത്രമേ ഉള്ളൂ മിച്ചം അല്ലേ? അവർ ഇനി വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ദ വോൾ ഇൻറ്റു പിന്നെ ആരുണ്ട്? നമുക്കിനി x² മൈനസ് y², അടുത്ത കോംപ്ലിക്കേറ്റഡ് സാധനം. x² മൈനസ് y² ഡിവൈഡഡ് ബൈ x പ്ലസ് y. ഇവിടെ വേണമെങ്കിൽ നമുക്ക് എക്സിനും വൈക്കും 3, 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. പക്ഷേ ഞാൻ പറയുകയാണ്, നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് ഇനിയും നമുക്ക് ഇതിനെ ചെറുതാക്കാം. എങ്ങനെ ചെറുതാക്കും? ഇനി ആരെ യൂസ് ചെയ്ത് നമ്മളിത് ചെറുതാക്കും? x² മൈനസ് y². എന്താ x² മൈനസ് y² എന്ന് പറഞ്ഞാൽ? x പ്ലസ് y ഇൻറ്റു എക്സ് മൈനസ് വൈ അല്ലേ? x² മൈനസ് y² എന്ന് പറഞ്ഞാൽ എന്താണ്? x പ്ലസ് y ഇൻറ്റു എക്സ് മൈനസ് വൈ. ദാറ്റ് ഈസ് x³ പ്ലസ് y³ ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ദ വോൾ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരാൾ കോമൺ ആയിട്ട് കിടപ്പുണ്ട്. ആരാ അത്? എക്സ് പ്ലസ് വൈ അല്ലേ? ഇവിടെ എക്സ് പ്ലസ് വൈ കിടപ്പുണ്ട്, ഇവിടെയും എക്സ് പ്ലസ് വൈ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവരെയും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇനി ബാക്കി ആരുണ്ട്? x³ പ്ലസ് y³ ദ വോൾ ഇൻറ്റു എക്സ് മൈനസ് വൈ. x³ പ്ലസ് y³ ദ വോൾ ഇൻറ്റു എക്സ് മൈനസ് വൈ. ഇനി നിങ്ങൾ നിങ്ങളുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, നോ ഇഷ്യൂസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു എക്സ്പ്രഷനിൽ ശരിക്കും പറഞ്ഞാൽ വാല്യൂ ഇവിടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. പക്ഷെ നമ്മളിവിടെ എന്താ പഠിക്കുന്നത്? ദ പ്രോസസ് ഓഫ് സിംപ്ലിഫിക്കേഷൻ അല്ലേ? നമ്മൾ ആ ഐഡൻറ്റിറ്റീസിനെ കുറിച്ച് ഇൻഡെപ്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം അല്ലേ? ഇത് ഒരു പക്ഷേ എയുടെയും ബിയുടെയും സ്ഥാനത്ത് ഫ്രാക്ഷൻസോ ഡെസിമൽസോ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇട്ട് സോൾവ് ചെയ്യുന്നത് അതൊരു ടീഡിയസ് ടാസ്ക് ആണ്. പരീക്ഷാ സമയത്ത് നമുക്ക് നടക്കൂല. ഓക്കെ, മേ ബി നിങ്ങൾ ചെയ്യാൻ പറ്റും, ചെയ്ത ആൻസർ കണ്ടെത്താൻ പറ്റും. പക്ഷേ വെറും 10 സെക്കൻഡ് കൊണ്ടോ 15 സെക്കൻഡ് കൊണ്ടോ ചെയ്യേണ്ട സാധനം എത്ര ടൈം എടുക്കും? ഒരു 5 മിനിറ്റോ 6 മിനിറ്റോ ഒക്കെ എടുത്തുന്നിരിക്കും. കാരണം ഫ്രാക്ഷൻസ് വരുമ്പോൾ നോക്കിക്കേ, എക്സ് പ്ലസ് വൈ ദ ഹോൾ ക്യൂബ് ഒരു 1/2 1/3 ആണെന്നിരിക്കട്ടെ, എന്നാൽ തന്നെ നമുക്കത് പാടാണ് അല്ലേ ഇങ്ങോട്ടൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിംപ്ലിഫിക്കേഷൻ നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. സിംപ്ലിഫിക്കേഷൻ പഠിച്ച് സെറ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അറ്റ് ലാസ്റ്റ് അത് സിംപ്ലിഫൈ ചെയ്ത് ഒരു സിമ്പിൾ എക്സ്പ്രഷനിലാക്കിയിട്ട് എന്ത് ചെയ്താൽ മതി? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കോളും.
നോ ഇഷ്യൂസ് അല്ലേ? വളരെ സിമ്പിളായിട്ട് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സിൻ്റെ വാല്യൂ എന്തായിരുന്നു? എക്സ് ഇറ്റ് ഈസ് 3 ആൻഡ് വൈ ഇറ്റ് ഈസ് 8 അല്ലേ? അല്ല സോറി, വൈ ഇറ്റ് ഈസ് 2. എക്സ് 3 വൈ 2. അപ്പോൾ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എക്സ് 3 അല്ലേ? എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? 3 ക്യൂബ്. 3 ക്യൂബ് എത്ര വരുന്നത്? 27 അല്ലേ? 27 പ്ലസ് വൈ ക്യൂബ്. വൈ എത്രയാണ്? 2. 2 ക്യൂബ് എന്ന് പറയുമ്പോൾ എത്ര വരും? 8. 27 പ്ലസ് 8 ഇൻറ്റു എക്സ് മൈനസ് വൈ എന്താ വരുന്നത്? 3 മൈനസ് 2 അല്ലേ? എക്സ് 3 വൈ 2. ഓക്കെ, അപ്പോൾ 27 പ്ലസ് 8 ഇൻറ്റു 3 മൈനസ് 2 1 അല്ലേ? 27 പ്ലസ് 3 30. 30 പ്ലസ് 5 35. മൊത്തം 35. 35 വിൽ ബി അവർ ആൻസർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാല്യൂ നിങ്ങൾക്ക് ഇനിഷ്യലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷെ നമ്മളിവിടെ എന്താ പഠിക്കുന്നത്? സിംപ്ലിഫിക്കേഷൻ ആണ്. അപ്പോൾ ഇവിടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് അല്ലെങ്കിൽ വാല്യൂസ് ആണ് എക്സിൻ്റെയും വൈക്കും തരുന്നത്. ഒരുപക്ഷെ എക്സും വൈയും ഈ പറയുന്ന പോലെ ഈ ഒരു 2 ഡിജിറ്റോ അല്ലെങ്കിൽ 3 ഡിജിറ്റ് നാച്ചുറൽ നമ്പറോ ആണെങ്കിൽ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്നത് ഇച്ചിരി പാടുള്ള കേസാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വേണ്ടേ ഈ ഒരു എക്സ്പ്രഷനിലേക്ക് എത്തിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്താൽ മതി? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അവിടെ ഇത് സെറ്റ് അല്ലേ? സിംപ്ലിഫിക്കേഷൻ ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ഗവേണൻസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്താ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? എന്താ? ഗവേണിംഗ് സിസ്റ്റം, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. അതായത് നമുക്ക് പണ്ടത്തെയൊക്കെ എങ്ങനെയാണ്? നിങ്ങൾ അർത്ഥശാസ്ത്രമൊക്കെ കേട്ടിട്ടുണ്ടോ? കൗടില്യയുടെ അർത്ഥശാസ്ത്രം. അതായത് കിങ് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത്? വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി, ഓക്കെ, അല്ലെങ്കിൽ വെൽഫെയർ ഓഫ് പീപ്പിൾ. അപ്പൊ പീപ്പിളിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടായിരിക്കണം കിങ് പ്രവർത്തിക്കേണ്ടത് എന്നാണ് ഏതിനകത്ത് പറഞ്ഞിട്ടുള്ളത്? അർത്ഥശാസ്ത്രക്കകത്ത് പറഞ്ഞിട്ടുള്ളത്. അതെല്ലാം മാറി. നമ്മുടെ കിങ് സിസ്റ്റം, പണ്ടത്തെ രാജഭരണമൊക്കെ മാറി. ഇപ്പൊ എന്താണുള്ളത്? ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഇവിടെ ഡെമോക്രാറ്റിക് കൺട്രിയിൽ ആരാണ് മുൻതൂക്കം? ജനങ്ങളാണ്. ഓക്കെ, അപ്പൊ ഈ ജനങ്ങളുടെ വെൽഫെയർ, നമ്മുടെ DPSPയുടെ ഉദ്ദേശം എന്താ? കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു വെൽഫെയർ സ്റ്റേറ്റ്, അതായത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് ജനങ്ങളെ നല്ല രീതിയിൽ വെൽഫെയർ നല്ല രീതിയിൽ സേവിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഗവേണൻസിൽ 3 സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഒന്ന് വരച്ച് കാണിക്കാം. നിങ്ങൾ തന്നെ പറഞ്ഞേ, ആരൊക്കെയായിരിക്കും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഗവേണൻസ് സിസ്റ്റത്തിൽ? അത് നമ്മളെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വെൽഫെയർ സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന 3 സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇതെല്ലാം ലെജിസ്ലേറ്റീവ്, ഇതെല്ലാം ഇതിനകത്താണ് വരുന്നത്. നമ്മൾ പറയുന്ന ഒരു കോമൺ ടേം എന്താ? സ്റ്റേറ്റ്. ഓക്കെ, ഈ സ്റ്റേറ്റിന്റെ സ്റ്റേറ്റ് എന്താണ് ചെയ്യുന്നത്? നമുക്ക് വേണ്ടിയിട്ടുള്ള പോളിസി ഫോം ചെയ്യുന്നു, പോളിസി ലോ ഫോം ചെയ്യുന്നു, ദെൻ റൂൾസ് ഫോം ചെയ്യുന്നു അല്ലേ? ഈ ലോയും റൂളും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? അതായത് നമ്മുടെ പാർലമെന്റ് പാസ്സാക്കുന്നതാണ് ലോ എന്ന് പറയുന്നത്. അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സിക്യൂട്ടീവ് ഫോം ചെയ്യുന്നതാണ് റൂൾസ്. അതായത് ഓരോ ഗൈഡ് ലൈൻസ് ആയിട്ടായിരിക്കും റൂൾസ് വരുന്നത്. ഓക്കെ, അപ്പം ഈ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള പോളിസി ആയാലും ലോസ് ആയാലും റൂൾസ് ആയാലും ഇതെല്ലാം ആരുണ്ടാക്കും? സ്റ്റേറ്റ് ഉണ്ടാക്കും. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും സ്റ്റേറ്റിന്റെ. അതായത് അതിനകത്ത് തന്നെ ഏതൊക്കെ വരും? എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, ഇതെല്ലാം ഈ സ്റ്റേറ്റിനകത്ത് തന്നെ വരും. ഇനി ഇപ്പുറത്ത് ഈ ഒരു ഭാഗത്ത് നമുക്ക് എഴുതാൻ പറ്റുന്നത്, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ സോഷ്യൽ ജസ്റ്റിസിന്റെ ആദ്യത്തെ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? NGOs. അതിന് മൊത്തത്തിൽ നമ്മൾ NGOs, നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് പറയും. അതായത് നമ്മൾ സിവിൽ സൊസൈറ്റി എന്ന് പറയും. അതിനകത്ത് ആരൊക്കെ വരും? NGOs മാത്രമാണോ? അല്ല, ട്രേഡ് യൂണിയൻസ് വരും, വിമൺ ഓർഗനൈസേഷൻസ് വരും. അങ്ങനെയുള്ളതെല്ലാം നമ്മൾ ഏതിനകത്ത് ഉൾപ്പെടുത്തും? സിവിൽ സൊസൈറ്റി എന്ന് ഉള്ള കാറ്റഗറിയിൽ വരുത്തും. ഈ സിവിൽ സൊസൈറ്റിയുടെ പ്രാധാന്യം എന്താ? നമ്മളെ ആരുമായിട്ട് ബന്ധിപ്പിക്കുന്നു? സ്റ്റേറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അതായത് നമ്മളെ പ്രശ്നങ്ങളൊക്കെ സ്റ്റേറ്റിനെ അറിയിക്കുകയും അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മോണിറ്റർ ചെയ്യുകയും അതിനെല്ലാം സഹായിക്കുന്ന ഒരു ഏജന്റ് ആയിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? സിവിൽ സൊസൈറ്റീസ്. സിവിൽ സൊസൈറ്റിയിൽ നിങ്ങൾക്ക് ആരൊക്കെ എഴുതാം?
NGOs എഴുതാം, ട്രേഡ് യൂണിയൻസ് എഴുതാം, പ്രഷർ ഗ്രൂപ്പ്സ് എഴുതാം. ഓക്കെ, ഇനി ഈ ഒരു ഭാഗത്ത് ഇനി മൂന്നാമതായിട്ട് വരുന്നത് ആരാ? നമ്മളെ സേവിക്കാനുള്ള ആളുകളുടെയാണ് ഉദ്ദേശിച്ചത്, നമ്മളെ സഹായിക്കുന്ന ആളുകളെയാണ് ഉദ്ദേശിച്ചത്. പീപ്പിൾ ഉണ്ട്, നമ്മളെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. വേറെ ഈ പ്രോഫിറ്റ് മോട്ടീവായിട്ട് നിൽക്കുന്ന ചിലരില്ലേ? പ്രൈവറ്റ് സെക്ടർ അല്ലെങ്കിൽ മാർക്കറ്റ് എന്ന് പറയാം. ഈ പ്രൈവറ്റ് സെക്ടർ അല്ലെങ്കിൽ മാർക്കറ്റിന്റെ എന്താണ് അവരെന്താ ചെയ്യുന്നത്? അവർ ജോബ് ക്രിയേഷൻ, അതായത് നമ്മളിൽ ഡിമാൻഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് ഉണ്ടാക്കുന്നു, ജോബ് ക്രിയേഷൻ, ഇതെല്ലാം ആരുടെ ചുമതലയാണ്? പ്രൈവറ്റ് സെക്ടറിൻ്റെയാണ്. ഓക്കെ, അവർ ജോബ് ക്രിയേഷൻ, ഡിമാൻഡ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോർഡിനേഷനിലാണ് നമ്മുടെ ഇന്ത്യൻ ഗവേണൻസ് സിസ്റ്റം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇപ്പം നിങ്ങൾക്ക് ഇൻ കേസ് ഗവേണൻസിനെ പറ്റിയിട്ടുള്ള ഒരു ഡെഫിനേഷൻ നമ്മളിവിടെ ഇപ്പം ഒരു ഡെഫിനേഷൻ പറയും, വേൾഡ് ബാങ്ക് ഒക്കെ കൊടുത്തിട്ടുള്ള ഡെഫിനേഷനാണ്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് അതുപോലെ പഠിച്ചിട്ട് എഴുതുക. അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ എന്താണ് ഗവേണൻസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആ ഒരു രീതിയിൽ എഴുതുക. ഓക്കെ, ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഭരണ വ്യവസ്ഥ. ഓക്കെ, governance is the process through which state and non-state actors interact to design and implement policies within a given set of formal and informal rules that shape and are shaped by power. ഞാൻ എഴുതിയൊന്നുമല്ല, വേൾഡ് ബാങ്ക് അങ്ങനെ ഓരോരുത്തരൊക്കെ അങ്ങനെ വലിയ വലിയ ഓർഗനൈസേഷനൊക്കെ എഴുതി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഗവേണൻസ് ഈസ് ദ പ്രോസസ് ത്രൂ വിച്ച് സ്റ്റേറ്റ് ആൻഡ് സ്റ്റേറ്റ് ആക്ടേഴ്സ് ഇന്ററാക്ട് ടു ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റ് പോളിസീസ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയല്ലേ? സ്റ്റേറ്റും നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എല്ലാം കൂടെ ചേർന്നിട്ട് നമുക്ക് വേണ്ടുന്ന പോളിസീസും കാര്യങ്ങളും എല്ലാം ഫോം ചെയ്യുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് ഗവേണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ഗുഡ് ഗവേണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ തരുന്ന സർവീസസ് എല്ലാം നല്ല രീതിയിലും ചെയ്യാം, അല്ലാതെ അവർക്ക് തോന്നിയ രീതിയിലും ചെയ്തൂടെ. അത് നല്ല രീതിയിൽ ചെയ്യണം. ആ നല്ല രീതിയിൽ ചെയ്യാൻ സഹായിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. അത് പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് കുറേ ആൻസർ എഴുതാൻ പറ്റും. അതായത് ഒരു ഗുഡ് ഗവേണൻസിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞേ. കറപ്ഷൻ ഇല്ലാണ്ടിരിക്കുക. അതിനെന്താ വേണ്ടുന്നത്? ട്രാൻസ്പെറൻസി വേണം. അതൊരു ഫീച്ചറാണ് ട്രാൻസ്പെറൻസി. ദെൻ ഇപ്പം നമ്മൾ ഗുഡ് ഗവേണൻസിൻ്റെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ട്രാൻസ്പെറൻസി, ദെൻ അക്കൗണ്ടബിലിറ്റി വേണം. ദെൻ എന്താ വേണം? അടുത്തത് ട്രാൻസ്പെറൻസി, അതായത് ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മളിൽ എത്തിക്കണം. അതിന് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, അവർ റെസ്പോൺസിബിൾ ആയിരിക്കണം, അക്കൗണ്ടബിൾ ആയിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം മതിയോ നല്ല ഗുഡ് ഗവേണൻസിന്? ഗുഡ് ലീഡർഷിപ്പ് വേണം, അതൊക്കെ. നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യണം. അതായത് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റം വേണം, അല്ലേ? ഒരു എഫിഷ്യൻ്റ് സിസ്റ്റം വേണം, ഗവേണിംഗ് സിസ്റ്റം വേണം. ദെൻ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള, അതായത് പാവപ്പെട്ടവർക്ക് പണക്കാർക്ക് മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കാറ്റഗറി ഓഫ് റിലീജിയന് മാത്രം, അങ്ങനെ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിനെ പറയുന്നത് എല്ലാവരെയും കൂടി ഉൾക്കൊള്ളിക്കുക എന്നുള്ളതിന് എന്തോ പറയുന്നത്? ഇൻക്ലൂസീവ്. ഓക്കെ, ഇൻക്ലൂസീവ് ആയിരിക്കണം. ദെൻ നമുക്കിവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിലും നമ്മൾ നിയന്ത്രിക്കുന്ന എന്താണ്? ലോസ്. അതിനെന്താ പറയുക? റൂൾ ഓഫ് ലോ എന്ന് പറയും. അതായത് നിയമത്തിന് മുന്നിൽ ആരും അതീതരല്ല, എല്ലാവരും ഈക്വൽ ആയിട്ട് കാണണം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ റൂൾസ് പാലിക്കാനായിട്ട്, ഒബേ ചെയ്യാനായിട്ട് നമ്മളും ബാധ്യസ്ഥരാണ്. അതായത് നിയമം ഉണ്ടാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യണം. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? അത് ഒബേ ചെയ്യണം. അപ്പം അതിന് പറയുന്നതാണ് റൂൾ ഓഫ് ലോ. ദെൻ ഈ ഗവേണൻസ് സിസ്റ്റത്തിൽ ഇവർ മാത്രം കാര്യങ്ങൾ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? നമുക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പം നമ്മളും പാർട്ടിസിപ്പേറ്റ് ചെയ്യണ്ടേ? അതിനെന്തു പറയുന്നത്? പാർട്ടിസിപ്പേറ്ററി ഗവേണൻസ്. ഈ ടേം ഒക്കെ നിങ്ങൾ ആൻസറിലെടുത്ത് എഴുതണം കേട്ടോ. പാർട്ടിസിപ്പേറ്ററി ഗവേണൻസ്. ഓക്കെ, ഇനി ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ എഴുതാൻ നേരത്ത് എക്സാമ്പിൾസും കൂടെ എഴുതണം. അത് നമുക്ക് എക്സാമ്പിൾസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇതിനകത്ത് 2 പോയിന്റ് വിട്ടുപോയിട്ടുണ്ടെന്നോ നമുക്ക് ഒന്നും കൂടെ നോക്കാം. അപ്പോൾ
അപ്പോൾ ഗുഡ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഗുഡ് ഗവേണൻസ് മീൻസ് പ്രോസസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് പ്രൊഡ്യൂസ് റിസൾട്ട്സ് വിച്ച് മീറ്റ് ദ നീഡ്സ് ഓഫ് ദ സൊസൈറ്റി വൈൽ മേക്കിംഗ് ദ ബെസ്റ്റ് യൂസ് ഓഫ് ദി റിസോഴ്സസ് അറ്റ് ദെയർ ഡിസ്പോസൽ. അതായത് സൊസൈറ്റിയുടെ നീഡ്സിനനുസരിച്ചിട്ട് ഉള്ള ഗവേണൻസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇത് പറ്റുന്നുണ്ടെങ്കിൽ ഇത് കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് ആ ഒരു രീതിയിൽ ഡെഫിനിഷൻ കൊടുക്കുക. ഇനി അടുത്തത് നമ്മളിപ്പോൾ പഠിച്ചത് ഗുഡ് ഗവേണൻസിന്റെ ഫീച്ചേഴ്സ് ആണ്. നമ്മൾ ഡയഗ്രാം വെച്ച് വരച്ചില്ലേ? അപ്പോൾ അതിനകത്ത് പറയുന്നത് ഒന്ന് ആക്റ്റീവ് ആൻഡ് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് സിവിൽ സൊസൈറ്റി. ഞാൻ പറഞ്ഞ ആ ടേം എന്താ? പാർട്ടിസിപ്പേറ്ററി ഗവേണൻസ്. ഈ പാർട്ടിസിപ്പേറ്ററി ഗവേണൻസിന് നമ്മൾ നേരത്തെ എക്സാമ്പിൾസ് പഠിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കേ. നമ്മുടെ MGNREGയിൽ നമ്മളൊരു കാര്യം പഠിച്ചില്ലേ, നമ്മൾ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? നമ്മളും കൂടി അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ പഠിച്ചില്ലായിരുന്നോ? അപ്പം നമ്മളല്ലേ സാധാരണപ്പെട്ട ആളുകളല്ലേ സോഷ്യൽ ഓഡിറ്റ് ചെയ്യുന്നത്? അപ്പോൾ സോഷ്യൽ ഓഡിറ്റ്, MGNREGയുടെ സോഷ്യൽ ഓഡിറ്റ് ഒരു പാർട്ടിസിപ്പേറ്ററി ഗവേണൻസിൻ്റെ എക്സാമ്പിൾ അല്ലേ? പിന്നെ നമ്മുടെ ഈ 3 ടയർ സിസ്റ്റം ഇല്ലേ, സെൻറ്റർ, സ്റ്റേറ്റ്, ലോക്കൽ ഗവേണൻസ്. ആ ലോക്കൽ ഗവേണൻസിൽ നമ്മുടെ പഞ്ചായത്ത് സിസ്റ്റത്തിൽ നമ്മളെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു സാധനമുണ്ട്. എന്തുവാ? ഗ്രാമസഭ. അതും പാർട്ടിസിപ്പേറ്ററി ഗവേണൻസിൻ്റെ എക്സാമ്പിൾ അല്ലേ? ഗ്രാമസഭയുടെ കാര്യമൊക്കെ അറിയത്തില്ലേ? അതായത് നമ്മുടെ അവിടെയുള്ള വോട്ട് ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നിരുന്ന് അവിടെ പ്രശ്നങ്ങളൊക്കെ ചർച്ചയൊക്കെ ചെയ്യുന്ന സംഭവം ഗ്രാമസഭ എന്ന് പറയുന്നത്. അതും പാർട്ടിസിപ്പേറ്ററി ഗവേണൻസിൻ്റെ എക്സാമ്പിൾ അല്ലേ? ഇനി വേറൊരു എക്സാമ്പിൾ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ഒന്ന് ഓർത്ത് പറയാൻ പറ്റുമോ? പാർട്ടിസിപ്പേറ്ററി ഗവേണൻസിന് നമ്മളും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗവേണൻസിൻ്റെ എക്സാമ്പിൾ. ഈ PIL എന്ന് പറയുന്നൊരു സംഭവം കേട്ടിട്ടുണ്ടോ? പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്നും പറഞ്ഞിട്ട്. അതായത് ഇത് ഇപ്പോൾ പൊതുവായിട്ടുള്ളൊരു വിഷയമായിരിക്കും. അത് ആരുടെ മുന്നിലേക്ക്, കോർട്ടിൻ്റെ മുന്നിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും, ഇപ്പം എനിക്കാണ് ഒരു പ്രശ്നം വന്നത്, എൻ്റെ പ്രശ്നം വേറൊരാൾക്കും പോയി അതായത് ഒരു ഇപ്പോൾ ഇവിടെ ഒരു മലിനീകരണം, ഒരു എൻവയോൺമെൻറ്റൽ ഇഷ്യൂ നടക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മളെ കുറേ പേരെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും പോയി കോർട്ടിനടുത്ത് പോയി പരാതി കൊടുക്കാനായിട്ട് പറ്റും. അതാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. അപ്പോൾ അവിടെയും നമ്മൾ എന്താണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല ഗവേണൻസ് പ്രോസസ്സിൽ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാവുന്ന കാര്യമാണ്. നമുക്ക് അതും പറയാൻ പറ്റും. അതായത് ഇപ്പോൾ ഏതെങ്കിലും ലോ മേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെയും കൂടെ എന്താണ് പാർട്ടിസിപ്പേഷൻ വരുന്നുണ്ട്, നമ്മുടെയും കൂടെ അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. അതായത് ഗസറ്റിലൊക്കെ ഇടും ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ ഈ ലോയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയിക്കാനുള്ള ഒരു അവസരം ഗവൺമെൻറ് തരാറുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് എഴുതാം. ഇപ്പോൾ ഗ്രാമസഭ എക്സാമ്പിളായിട്ട് എഴുതാം, പാർട്ടിസിപ്പേറ്ററി ഗവേണൻസ്. 2 സോഷ്യൽ ഓഡിറ്റ് അണ്ടർ MGNREGA. Public interest litigation. Any public or person can seek remedy on behalf of the oppressed class by introducing a PIL. Okay? ഇത് നമ്മൾ വിട്ടുപോയൊരു കാര്യമാണ് റെസ്പോൺസീവ്നെസ്. നിങ്ങൾ നേരത്തെ ഒരു ഡയഗ്രാം വരച്ചില്ലേ, അതിനകത്തോട്ട് ആഡ് ചെയ്തേക്കണം റെസ്പോൺസീവ്നെസ്. റെസ്പോൺസീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു വിഷയം ഉണ്ടായാലും പെട്ടെന്ന് തന്നെ കാര്യങ്ങളോട് പ്രതികരിക്കാനുള്ള ആ ഒരു മനോഭാവം ഗവൺമെൻറ്റിന് ഉണ്ടായിരിക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ഡിസാസ്റ്റർ മാനേജ്മെന്റ്. നമ്മൾ പെട്ടെന്നല്ലേ റെസ്ക്യൂ മെഷേഴ്സ് ഒക്കെ എടുക്കുന്നത്. അത് എക്സാമ്പിളായിട്ട് പറയാം. കോവിഡിന്റെ സമയത്തൊക്കെ നമ്മുടെ രാജ്യത്തുള്ള ആളുകളൊക്കെ പുറത്ത് നിന്നിരുന്ന സമയത്ത് അവരെയൊക്കെ രക്ഷിച്ച് പെട്ടെന്ന് തന്നെ നമ്മൾ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നില്ലേ? അതൊരു എക്സാമ്പിൾ അല്ലേ? പിന്നെ അതെല്ലാം നമുക്ക് പാൻഡമിക് ഇതെല്ലാം അതിനകത്ത് തന്നെ ഉൾപ്പെടുത്താം. പാൻഡമിക്, ഡിസാസ്റ്റർ, എന്താണ് വെസ്റ്റ് ബംഗാൾ, അതായത് വേറെയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഇഷ്യൂസ്, അതാണോ ഉദ്ദേശിച്ചത്? പെട്ടെന്ന് തന്നെ ലോസ്, അതായത് ഒരു പ്രശ്നം ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള ആ ഒരു വ്യഗ്രത ഇതുണ്ട്. പിന്നെ നിങ്ങൾ പ്രഗതി എന്നൊക്കെ പറയുന്ന ഇത് കേട്ടിട്ടുണ്ടോ? പോർട്ടൽ നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതായത് ഗവൺമെൻറ് സിറ്റിസൺസുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഡയറക്റ്റ് മീൻസ് നമുക്ക് ഇപ്പം കുറേ സ്കീംസ് ഉണ്ടല്ലോ, ഗവൺമെൻറ് ഇറക്കുന്ന കുറേ സ്കീംസ് ഉണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളോ പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിനെ അറിയിക്കാം. എന്നിട്ട് ഗവൺമെൻറ് ഈ നമ്മുടെ പ്രധാനമന്ത്രി എല്ലാവരും കൂടെ ഒക്കെ ചേർന്നിട്ട് അതിനെതിരെ പ്രവർത്തിക്കും. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പറയും. നിങ്ങൾ ജസ്റ്റ് ഇത് പേരുകളൊന്നും അറിഞ്ഞിരുന്നാൽ മതി. പ്രഗതി എന്നും പറഞ്ഞിട്ടുള്ളൊരു സംഭവം. അപ്പം റെസ്പോൺസീവ്നെസ്, ദ ക്വാളിറ്റി ഓഫ് റിയാക്ടിങ് ക്വിക്ലി ആൻഡ് പോസിറ്റീവ്ലി. എക്സാമ്പിൾസ് പറയാം. പ്രഗതി, പ്രോ ആക്റ്റീവ് ഗവേണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെൻറ്റേഷൻ. പ്രഗതി ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്ന് പറയുന്നുണ്ട്. പ്രോ ആക്റ്റീവ് ഗവേണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെൻറ്റേഷൻ. ദെൻ വന്ദേ ഭാരത് മിഷൻ, ഇവാക്യുവേറ്റഡ് ഇന്ത്യൻസ് ഹൂ വെയർ സ്റ്റാൻഡേർഡ് ഡ്യൂ ടു COVID-19 പാൻഡമിക്. അതായത് കോവിഡ് പാൻഡമിക്കിൻ്റെ സമയത്ത് വേറെ രാജ്യങ്ങളിലൊക്കെ കടന്ന ഇന്ത്യൻസിനെയൊക്കെ നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന് രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറയുന്നത് വന്ദേ ഭാരത് മിഷൻ ഇല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ എക്സാമ്പിൾസ് എഴുതാം. ഓക്കെ, ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കേസ് എഴുതാം, പാൻഡമിക്കിൻ്റെ ഇതെല്ലാം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. റെസ്പോൺസീവ്നെസ്. ദെൻ കൺസെൻസസ് ഓറിയൻറ്റഡ്, ഇത് നമ്മൾ വിട്ടുപോയിട്ടുള്ള ഒരു ഇതാണ്, ആഡ് ചെയ്തോണം. കൺസെൻസസ് ഓറിയൻറ്റഡ്. കൺസെൻസസ് ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ?
അതായത് ഒരു പോളിസി കൊണ്ടുവന്നാൽ എല്ലാവരുടെയും ഒപ്പീനിയൻ നമ്മൾ എടുത്തിരിക്കണം. ഓക്കെ, so it considered different people to come to an agreement for the best interest of a community. എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ, ഒരു ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് തുടങ്ങാണ്. ഇപ്പോൾ വയനാട്ടിലാണ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ അവിടെ ഒരു ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്, EIA എന്ന് പറഞ്ഞിട്ട്. അതെന്തുവാ? എൻവയോൺമെൻറ്റ് ഇമ്പാക്ട് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. ആ എൻവയോൺമെൻറ്റ് ഇമ്പാക്ട് അസസ്മെൻറ്റിൽ ആരുടെ അഭിപ്രായം കൂടെ എടുക്കും? അവിടെയുള്ള ജനങ്ങളുടെ അഭിപ്രായം കൂടെ എടുക്കും. അതായത് പബ്ലിക്കിന്റെ ഒപ്പീനിയൻ കൂടെ നമ്മൾ എവിടെ എടുക്കും? എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റിൽ എടുക്കും. അതായത് അവിടെ ഒരു കൺസെൻസസ് ഓറിയന്റഡ് അല്ലേ, നമ്മുടെ കൺസേൺസും കൂടെ അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നമ്മൾ പഠിച്ചില്ലായിരുന്നോ? ആ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഫോം ചെയ്യുന്ന സമയത്തും ആരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു? നമ്മുടെ സിവിൽ സൊസൈറ്റിയുടെയും നമ്മുടെ പബ്ലിക്കിന്റെ ഒക്കെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കൺസെൻസസ് ഓറിയന്റഡിനകത്ത് എഴുതാവുന്ന എക്സാമ്പിൾസ് ആണ്. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല.